വെൽക്കം ടു അപ് ടോക്ക്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് മണി എക്സ്പേർട്ട് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ ഒരുപോലെ ഇമ്പാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് മണി. സോ ടുഡേ വി ഹാവ് ദ സിഇഒ ഓഫ് പെൻറ്റാപ്പ് സെക്യൂരിറ്റീസ്, നിഖിൽ ഗോപാലകൃഷ്ണൻ സർ. ഹായ് സർ, ഹൗ ആർ യു? Thank you. ഓക്കെ, സോ നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മണി എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കുന്നത് കുറച്ചുകൂടെ കോൺടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ടോപ്പിക് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മളെല്ലാവരുടെയും സ്ക്രീൻ ടൈംസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഈ സ്ക്രീൻ ടൈമിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കോണ്ടന്റ് യൂഷ്വലി ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് സ്റ്റൈലിൽ ലീഡ് ചെയ്യുന്ന ആൾക്കാർ, എസ്പെഷ്യലി വളരെ യങ് ഏജിൽ, മേ ബി 15, 16 അല്ലെങ്കിൽ ഈ 40, 13 പോലും ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി ഒരു ഫെയിമും അതുപോലെ പണവും ഒക്കെ ഒരുമിച്ച് കിട്ടിയിട്ടുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കാണുന്ന സമയത്ത് ഈ 20s അല്ലെങ്കിൽ 30s ഉള്ളവർ ട്രഡീഷണൽ ജോബ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ആങ്സൈറ്റി ഉണ്ടാക്കുന്നു എന്ന് സ്റ്റഡീസ് പറയുന്നു. ബിക്കോസ് അവർക്ക് ഫീൽ ചെയ്യാണ്, അയ്യോ ഇവരെല്ലാം ഈ ചെറിയ ഏജിൽ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണല്ലോ, ഞങ്ങൾ ലൈഫ് ഫിഗർ ഔട്ട് ചെയ്യാൻ ലേറ്റ് ആയോ, അല്ലെങ്കിൽ അവർക്കൊക്കെ പൈസ ഉണ്ടല്ലോ, എനിക്കൊന്നും ഈ ഒരു ഏജിൽ എത്താൻ പറ്റിയില്ല എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ട്. സോ സാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഒരു കണക്കിന് പോസിറ്റീവാണ്. കാരണം അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം വരാമെന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. പക്ഷേ ഇപ്പോൾ അതോടൊപ്പം തന്നെ അത് വെച്ചിട്ട് ടെൻഷൻ അടിക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഇത്തിരി ടെൻഷനുകൾ നല്ലതാണ്. കാരണം ആ ടെൻഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരെയും കൂടുതൽ ചെയ്യാനായിട്ടൊരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിലെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ആഗ്രഹം ചിലപ്പോൾ ഒന്ന് ബാംഗ്ലൂർ പോയിട്ട് പഠിക്കണം എന്നുള്ളേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നും നമ്മൾ ആലോചിക്കണം, ബാംഗ്ലൂർ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണം, ഇംഗ്ലീഷ് വർത്താനം പറയണം, എനിക്കത് പറ്റുമോ എന്നൊക്കെയുള്ള നമ്മുടെ ടെൻഷൻ. അതിന് പകരം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ യൂറോപ്പിൽ പോയിട്ട് പഠിക്കുക, US പോയിട്ട് പഠിക്കുക, ആൻഡ് അത് ഭയങ്കര നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആഗ്രഹം തന്നെ ഉള്ളത് നല്ലതാണ്. പിന്നെ ഈവൻ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളെ കാണുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അന്നൊക്കെ ശരി പണ്ടത്തേക്കാളും ഓപ്പർച്യൂണിറ്റി എടുത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ വൈഭവ് സൂര്യവംശി അങ്ങേര് ഇപ്പോൾ 15 വയസ്സിൽ കളിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പയ്യൻ അത് കണ്ടിട്ട് ഇൻസ്പയർ ആവണമെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ് അല്ലേ? അങ്ങനെ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ടെൻഷൻ പ്ലസ് ആക്ഷൻ ആണെങ്കിൽ വളരെ നല്ലത്. മനസ്സിലായി. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഏജ് ടു ബിക്കം വെൽത്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതായത് ഈ ഒരു വയസ്സ് ചില ഓൺലൈൻ ഗുരുസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് എന്നെ പെടുത്തലുണ്ട് അതിൽ. ഐ ആം നോട്ട് ഇൻ ടു ദാറ്റ്. അതല്ല സാറ് സംസാരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല കണ്ടന്റ് നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് പറഞ്ഞെടുക്കുന്ന ആൾക്കാരെ അല്ല. റാഡിക്കൽ ആയിട്ടുള്ള ചില തോട്ട്സ് ഉണ്ട്. ഇഫ് യു ഡോണ്ട് അച്ചീവ് ദിസ് മച്ച് മണി ബൈ 30 ദെൻ യു കെ നോട്ട് ഡ്രിങ്ക് എ കോഫി എന്നൊക്കെ പറയും. അതായത് നിങ്ങൾക്ക് 30 വയസ്സാകുമ്പോൾ ഇത്ര പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ട്രിപ്പ് പോകരുത്, അല്ലെങ്കിൽ നിങ്ങൾ 40 വയസ്സിൽ നിങ്ങൾക്ക് ഇത്ര സേവിങ്സ് ഇല്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് റിലാക്സ് ചെയ്യുന്നത്, ബിക്കോസ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ടില്ല എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ കുറെ ഒരുപാട്, എനിക്കറിയില്ല എന്റെ വീടിന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു 40 അല്ലെങ്കിൽ 30 ഇയേഴ്സ് ആകുമ്പോൾ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാർ ഉണ്ടാവുക, ഇത്ര ലാൻഡ് ഉണ്ടാവുക, അങ്ങനെ ഒരു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ഇപ്പം ഞാനൊരു 44, അപ്പോൾ ഞങ്ങളുടെയൊക്കെ ടൈമിൽ എനിക്ക് തോന്നുന്നത് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് നമ്മുടെ അയലോക്കത്തെ ചേച്ചിമാരൊക്കെയാണ്. ഇപ്പം അയലോക്കത്തെ ചേച്ചിമാരുടെ നമുക്ക് കോണ്ടാക്ട് ഇല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പല ഇൻഫ്ലുവൻസേഴ്സ് ആ ജോലി ഏറ്റെടുക്കട്ടെ. പക്ഷേ ഇതെല്ലാവരും ആൾക്കാർക്ക് പലതും പറയാം. അതിൽ നമ്മൾ എത്ര ഉള്ളിലേക്ക് എടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം പറഞ്ഞത്. ശരിയാണ്, ഇങ്ങനെ ഒത്തിരി ഇങ്ങനത്തെ ആളുകൾ പലതും പറയണത് കേൾക്കുമ്പോൾ നമ്മൾക്ക് അറിയാതെ ഒരു ടെൻഷൻ വരും. അപ്പോൾ ഒരു റൈറ്റ് ഏജ് ടു ബിക്കം വെൽത്തി എന്നുള്ളതിന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഏജ് പറയേണ്ടതില്ല. കാരണം ഇപ്പോൾ നമ്മൾ എപ്പോഴും വെൽത്തിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളുള്ളതിൽ സംതൃപ്തരാവാന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒത്തിരി ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അതേമാതിരി ഒത്തിരി കസ്റ്റമർ ഇൻട്രാക്ഷനൊക്കെ വരുന്ന ടൈമിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ചാൽ ഞാൻ സന്തോഷത്തോടെ കാണുന്ന കാര്യം വെച്ചാൽ എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു പൈസനേക്കാളുപരി അവരതിലൊരു ആനന്ദവും സന്തോഷവും കണ്ടെത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരാണ് റിച്ച്, അല്ലെങ്കിൽ അവരാണ് വെൽത്തി എന്ന് തോന്നുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റേജ് ഉണ്ട്, എന്നിട്ടും അവർ അയ്യോ ഞങ്ങൾ പാവത്തുങ്ങളാണെന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിനേക്കാളും നല്ലത് എനിക്ക് ഇത്രയുണ്ട് പക്ഷേ ദേ ആർ റിയലി ഹാപ്പി. ഇപ്പോൾ ഞാനെപ്പോഴും ഇപ്പോൾ എൻ്റെ ഓഫീസിലാണെങ്കിലും ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ അല്ലെങ്കിൽ ഈവൻ ചില വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത്
അവരത്ര വലിയ റിച്ച് ഒന്നും ആയിരിക്കില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും. അവർ ദേ നോ ഹൗ ടു ട്രീറ്റ് യു. പക്ഷെ നമ്മൾ നല്ല അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ട് റിച്ചുള്ള വീട്ടിലൊക്കെയാണ് ചെന്നിട്ടുണ്ടെങ്കിലും അവിടെ ചിലപ്പോൾ പിള്ളേരൊക്കെ ചിലപ്പോൾ നമ്മളുടെ മൈൻഡ് ചെയ്യേണ്ടതില്ല. അവരവരുടെ ഫോണിലെ കളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കൾച്ചറുണ്ട് ആ ഫാമിലിക്ക്. ആ ഫാമിലിയിൽ ചെല്ലുന്ന ടൈമിൽ അവരുടെ വെൽത്തൊന്നും അവർക്ക് വിഷയമില്ല. അവർ ദേ വോണ്ട് ഈവൻ കൺസിഡർ നിങ്ങൾ എത്ര റിച്ച് ആണെന്നുള്ളത്. പക്ഷേ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ദേ വിൽ ട്രീറ്റ് യു മേ ബി വൺ അമംഗ് യു ആൻഡ് യു ഫീൽ ലൈക്ക് ഗോയിങ് ദെയർ അഗെയിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ മണി ഓർ എനിത്തിങ്. അത് കാരണം ദേ നോ ഹൗ ടു മേക്ക് യു ഫീൽ അഗെയിൻ. അപ്പോൾ അതിലും അവർക്ക് കോൺഫിഡൻസ് വേണം, ഉള്ളതിൽ സംതൃപ്തരാണെന്നുള്ളൊരു കോൺഫിഡൻസ്. അപ്പോൾ അതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ സാധാരണ വർക്ക്ഷോപ്പുകളൊക്കെ നടത്തും. ഞാൻ കമ്പനികളിലൊക്കെ പോയിട്ട് വർത്തമാനം പറയാം, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ വിളിക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പോയി സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര നിങ്ങൾക്ക് ഉള്ള ശമ്പളത്തിൽ എത്ര പേര് തൃപ്തരാണ്. അപ്പോൾ പൊതുവേ കമ്പനിയിലൊക്കെ ചോദിക്കുമ്പോൾ അവിടുത്തെ HR-ഉം ഓണറൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൈയൊക്കെ ഒന്നിക്കും. പക്ഷേ ഇൻ റിയാലിറ്റി മിക്ക ആൾക്കാരും തൃപ്തരല്ല. അപ്പോൾ ഈ തൃപ്തരാണെന്നുണ്ടെങ്കിലും ഉള്ളൊരു കാര്യമാണ്, ശരിയാണ്, തൃപ്തരൊന്നാവണ്ട, നമുക്ക് കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളതിൽ നന്ദിയുള്ളവരാണ്. അതിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് അത് ആ കമ്പനിയോടല്ല, എനിക്കായൊരു ജോലി ഉണ്ടല്ലോ, എനിക്ക് ഈ ഒരു ഇൻകം ഉണ്ടല്ലോ എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ തന്നെ. എന്നിട്ട് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഒരു കഴിവനുസരിച്ചിട്ട് എനിക്ക് ഇത്ര പോരാ, അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി ഇതിനേക്കാളും കൂടുതൽ വേണം, അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യുക, വർക്ക് ചെയ്യുക, അത് ആ ആറ്റിറ്റ്യൂഡ് അത് വേണം. അത് പറഞ്ഞിട്ട് കംഫർട്ട് സോണിലേക്ക് പോകല്ല വേണ്ടത്, പക്ഷേ എനിക്കത് ഉള്ളതിൽ തൃപ്തിയാവാന്നുള്ളത്. അപ്പോൾ ആ ഇൻവേർഡ് ലുക്കിംഗ് കണ്ടിട്ട് ആനന്ദം കണ്ടെത്താനായിട്ട് പറ്റണവർക്ക് കുറച്ചുകൂടി നല്ലത്. കാരണം അൺനെസസറി ടെൻഷനുകളും കാര്യങ്ങളൊക്കെ അവർക്ക് പോയി കിട്ടും. അപ്പോൾ റൈറ്റ് ഏജ്, ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത്, ഇപ്പോൾ എൻ്റെ മോൾക്ക് 15 വയസ്സാണ്. അപ്പോൾ എൻ്റെ മോള് ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ എക്സാമ്പിൾ വരുന്ന വൈഭവ് സൂര്യവംശിനെ കണ്ടിട്ട് പറയുന്നു, എനിക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ മോളെ ഇങ്ങനെ സമാധാനിപ്പിക്കും. ഇപ്പം ശരിക്കും പറയുന്നത്. പക്ഷേ നമ്മൾ ഇവൻ അത് തന്നെ നമ്മളിപ്പോൾ ഇനി നമുക്ക് പറയാം, ഇപ്പോൾ ഏതൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിൻ്റെയും ആഗ്രഹമായിരിക്കും ഇലോൺ മസ്ക് ആവണം എന്നുള്ളത്. പക്ഷേ ചിലപ്പോൾ കേരളത്തിൽ ഒരു 10, 300, 400 പേർക്ക് ജോലി കൊടുക്കുക, നല്ല സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതിൽ വലിയ കാര്യമില്ല. ഇപ്പം നമ്മൾ ചില ടൈമിലൊക്കെ നമ്മൾ ചില മീറ്റിങ്ങിനൊക്കെ ഇരിക്കുന്ന ടൈമിൽ, എസ്പെഷ്യലി നമ്മൾ കോൺഫറൻസൊക്കെ പോകുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. പക്ഷേ സ്റ്റേജിൽ ചിലപ്പോൾ വരുന്നത് മൾട്ടി മില്യനേഴ്സ് ആയിരിക്കും. ആ ടൈമിൽ ഇവർ ഇൻഫീരിയർ ആയിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തിനാ അത്രയൊക്കെ വേണ്ട? കമ്പാരിസൺ എന്ന് പറയുന്നത് എല്ലാവർക്കും എലോൺ മസ്ക് ഒന്നും ആവാൻ പറ്റില്ല. പറ്റുന്നില്ല, ശ്രമിക്കണമെന്ന് വേണ്ടത്. എന്തിനാവണത്? ഇപ്പം ചിലപ്പോൾ ചില വിഷയത്തിൽ ഇലോൺ മസ്കിനേക്കാളും റിച്ച് ആയിരിക്കും നമ്മൾ. ഏത് കാര്യങ്ങളും ഞാൻ പറയണില്ല, എന്ത് വേണമെങ്കിലും എടുത്തോ ഈ സാധനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ട് മാത്രമല്ല. ഇവൻ എനിക്ക് തോന്നുന്നു, ഞാൻ സിദ്ധാന്തങ്ങളിലേക്ക് പോകണില്ല, പക്ഷേ ചില ഏരിയയിൽ ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മൾ കാണുന്ന റിച്ചസ്റ്റ് ഓഫ് റിച്ചസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് വട്ടം പൂജയായിരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ അതിൽ ഭയങ്കര റിച്ച് ആയിരിക്കും. അതായത് നികേഷ് സാറിന്റെ ഒരു ഡെഫിനിഷനിൽ റിച്ചിനകത്ത് എന്തൊക്കെ വരും? എന്താ പറയുക, നമുക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ഒന്ന് മനസ്സമാനം വേണം, ശരീരം വേണം. അതേമാതിരി നമുക്ക് പൈസ കേട്ടിട്ട് പേടിച്ചിട്ട് അത് ചെയ്യാണ്ടിരിക്കരുത്. ആ ഒരു സിറ്റുവേഷൻ വേണം. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ആ ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. വി ഹാഡ് എ ഗുഡ് ഫുൾഫില്ലിങ് ഡേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കാരണം ഒരു 4 ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര പൈസ ഉണ്ടാക്കണേക്കാളും കൂടുതൽ സന്തോഷമാണ് നമ്മൾ കാരണം ഒരുത്തൻ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ, ശരിക്കും എനിക്ക് തോന്നുന്നില്ല ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണ മീനിങ് അല്ല ചാരിറ്റിക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈഗോ സാറ്റിസ്ഫൈ ആയിട്ട് നമുക്കൊരാൾക്ക് പൈസ കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, അതേ ഉള്ളൂ ചാരിറ്റി. അല്ലാതെ നമ്മൾ ആരെയും സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ചാരിറ്റി ചെയ്യണം. അതുകൊണ്ട് നമുക്കുണ്ടാവും ഒരു സന്തോഷം ഉണ്ടാവും, നമുക്കൊരു സന്തോഷം. അതേ ഉള്ളൂ ചാരിറ്റി എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞു എനിക്ക് പാവങ്ങളെ സഹായിക്കണം. അതിനേക്കാളും ഭേദം പാവങ്ങളെ ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രാർത്ഥിക്കും, എന്നിട്ട് ആരെയും സഹായിക്കണ്ട. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഒരു ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇവൻ ബിസിനസ് ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിൽ പാവങ്ങളെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാരിറ്റി കൊടുക്കാൻ ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് നമുക്കൊരു
ഒരു സന്തോഷത്തിലെത്താം. ഇപ്പോൾ നമ്മൾ ജപ്പാനീസിലൊക്കെ പറയില്ലേ ഇക്കിഗായി എന്നൊക്കെ പറഞ്ഞൊരു സെറ്റപ്പിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഒരു ഒരു ബുക്കുമാണ്. എനിക്ക് തോന്നുന്നത് ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് അതായിരിക്കുന്നതാണ് ഒരു സന്തോഷം. നമ്മൾ ഈ റിച്ച് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് എലിമെന്റ്സ് വരുന്നു പറയുമ്പോഴും അവിടെ ഒരു ഡിബേറ്റ് എപ്പോഴും വരാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, മണി കാൻറ്റ് ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്നവരുണ്ടല്ലോ. അതെ സോ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ക്യാൻ മണി ബൈ ഹാപ്പിനെസ്? ഇതിലത്തെ കാര്യം പറഞ്ഞാൽ ഇത് അവസാനം മണി ആരുടെ കയ്യിൽ ഇരിക്കണം എന്നുള്ളതും കൂടി ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിനെസ് വേണോ മണി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മണി വേണമെന്ന് പറയും. കാരണം വെച്ചാൽ എനിക്കറിയാം ആ മണിയോട് എനിക്ക് ഹാപ്പി ആവാൻ അറിയാമെന്നുള്ളത്. പക്ഷെ വേറെ ആൾക്ക് കുറേ പൈസ കൊടുക്കുന്നു, എന്നിട്ട് അങ്ങേർക്ക് അത് വെച്ചിട്ട് ഗ്രീഡും ഫിയറും വെച്ചിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറ്റ്സ് എ പ്രോബ്ലം. പിന്നെ ഇവൻ ചില ടൈമിൽ നമ്മുടെ ലൈഫിലും ഉണ്ടാവും. ഇപ്പം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ലൈഫിലെല്ലാവരും ആയി, എന്നിട്ട് ആ സന്തോഷം വിളിച്ചറിയിക്കാൻ ഒരാൾ അവൈലബിൾ അല്ല. അതൊക്കെ വലിയ കുഴപ്പങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽത്തിന് എന്തെങ്കിലും പറ്റി ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അപ്പോൾ ദൈവം അങ്ങനത്തേലൊന്നും പ്രശ്നം ഉണ്ടാവില്ലേന്ന് പറയാം. അപ്പോൾ അങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷൻ ഉള്ള ആൾക്കാർക്ക് പൈസ തോരണ്ടായിട്ട് കാര്യമുണ്ട്. ഇപ്പോൾ പൈസ എല്ലാവരും ആയി, ആ സമയത്താണ് ലൈഫിൽ എന്തെങ്കിലും പറ്റാൻ പാടില്ലാതെ പറ്റി, അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനത്തെ സിദ്ധാന്തങ്ങളൊക്കെ വിട്ടു വയ്ക്കുക. പക്ഷേ മണി ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. പക്ഷേ അതും പറഞ്ഞിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് യു ഡോണ്ട് ഹാവ് ടു ബി അൺഎത്തിക്കൽ ഈ പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ ഗ്രീഡിയൊക്കെ ആവണം, പക്ഷേ ലൈഫിലെല്ലാം അച്ചീവ് ചെയ്യണം. പക്ഷേ യു ഷുഡ് ഏബിൾ ടു സ്ലീപ്പ് വെൽ. നമ്മൾ എപ്പോഴും പറയുമല്ലോ, എനിക്ക് കുറച്ചും കൂടെ ഏർണിങ്സ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ എൻ്റെ സാലറി ഇനി ഇൻക്രിമെന്റ് ആയിട്ട് ഞാൻ സേവ് ചെയ്യാന്ന് പറയുമല്ലോ. ശരിക്കും അങ്ങനെ പല ആളുകളും അങ്ങനെ വിചാരിച്ച് അവരുടെ സേവിങ്സ് നീക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള അതിന് സാറിന്റെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ എന്തായിരിക്കും? എപ്പം മുതൽ ഒരാൾക്ക് അതൊക്കെ വെറുതെ അൺനെസസറി അവനവനെ തന്നെ പറ്റിക്കണതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പറയില്ലേ, 1 രൂപ കിട്ടുന്ന സമയത്ത് 10 പൈസ ദാനം ചെയ്യാൻ പഠിക്കണവനെ ചാരിറ്റി ചെയ്യത്തുള്ളൂ. അതുമാതിരി തന്നെയാണ് 1 രൂപ കിട്ടുന്ന ടൈമിൽ 10 പൈസ മാറ്റി വയ്ക്കാനായിട്ടുള്ള കഴിവുള്ളവനെ ഇനി കോടികളുണ്ടായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ സ്വഭാവമാണ്. അപ്പോൾ ആ സ്വഭാവം ചെറുതായപ്പോൾ ഉള്ളപ്പോൾ അത് വലുതാവുമ്പോൾ ഉണ്ടാവും. നമ്മൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ജീവിക്കണം എന്ന് പറയും, അതേസമയം ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാടങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ നാളെ ഇനി പൈസ ഉണ്ടാവുമോ എന്നുള്ളൊരു ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. അതായത് സേഫ് ഫോർ ലേറ്റർ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ യു ഹാവ് ഓൺലി വൺ ലൈഫ് എന്നൊക്കെ പറഞ്ഞു. അതെ. അപ്പൊ ഇതൊരു കോൺഫ്ലിക്റ്റിംഗ്, ഐ മീൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ളൊരു മനസ്സ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വി നീഡ് ടു ഹാവ് എ ബാലൻസ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, എൻ്റെ അമ്മൂമ്മയൊക്കെ എപ്പോഴും പറയുന്നത്, അധികമായാലും അമൃതം വിഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി നൈസ് തിങ്. ഇപ്പോൾ എനിക്കെപ്പോഴും ഇപ്പോൾ പലപ്പോഴും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്ര പൈസ ഇവരെല്ലാവരും പറയും, ഇയാൾ അവസാനം പറഞ്ഞത് SIP ചെയ്യാനാണ് പറയുള്ളത്. എന്നെ അല്ല, ഞാനിപ്പോൾ എനിക്ക് പലപ്പോഴും കമൻറ്റ് പറഞ്ഞു, ഇയാൾ എവിടേക്ക് പോയാലും അത് SIPയിലേക്ക്, ഐ എം നോട്ട് റിയലി സെല്ലിങ് ദ പ്രൊഡക്റ്റ് SIP. ഞാൻ പറഞ്ഞ കാര്യം കിട്ടണതിൽ കുറച്ച് പൈസ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നേ പറയുന്നുള്ളൂ. ആ ലോജിക്ക് എനിക്ക് തോന്നണില്ല. ആ ലോജിക്ക് ആൾക്കാർക്ക് കിട്ടിയെങ്കിൽ പറയില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനീ പറയുന്നത് ശരിക്കും മനസ്സിലാക്കി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തവർക്കാർക്കും അതൊരു നെഗറ്റീവ് ആയിരിക്കില്ല ഈ പറഞ്ഞ കാര്യം. സാർ ഇത് എൻ്റെ അടുത്ത് ഒരു 1.5 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം ചെറിയൊരു എമൗണ്ടിൽ 2 SIP തുടങ്ങി. ഇപ്പോൾ ഒരെണ്ണത്തിൽ 20% ഇൻക്രീസും ഉണ്ടായി, ഒരെണ്ണത്തിൽ 12%. അതൊരു ഒരു അച്ചീവ്മെന്റ് പോലെ എനിക്ക് ഫീൽ. അപ്പോൾ അത് എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം. അപ്പോൾ ശരിക്കും ഇപ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ അധികം സേവിങ്സിനെ കുറിച്ച് പറയുമ്പോൾ, സേവ് ചെയ്യണതെല്ലാവരും ഇന്നത്തെ ജീവിച്ചിട്ട് വേണം സേവ് ചെയ്യാനായിട്ട്. അല്ലാതെ ഇന്ന് പട്ടിണി കിടന്നിട്ട് ആ കാശെടുത്ത് മാറ്റി വയ്ക്കാനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഈവൻ ഫാമിലി വെക്കേഷൻ പോലും, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ചില കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യണത് പോലും, അപ്പോൾ നമ്മളിനി കരിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വൈഫിനെ കാണത്തില്ല, മക്കളെ കാണത്തില്ല, എന്നിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ വിഷമം പറയും എനിക്ക് എൻ്റെ മകൻ്റെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിലൊന്നും ഒരു അർത്ഥമില്ല. അപ്പോൾ ആ ഡ്യൂട്ടി ചെയ്തിട്ട് വേണം ഈ പറഞ്ഞെല്ലാവരും ചെയ്യാനായിട്ടെന്നുള്ളത് മറക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഒരു എമൗണ്ട് കണക്കുണ്ടോ? അതായത് നിങ്ങൾക്ക് ഇത്ര രൂപ, ഇപ്പം പല രീതിയിൽ സാലറി വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. 10,000 രൂപ ഉണ്ടാവും, അല്ലെങ്കിൽ 25,000 രൂപ ഉണ്ടാവും. സാർ പറഞ്ഞതനുസരിച്ച് ഏത് എമൗണ്ട് വാങ്ങുന്ന ആൾക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് സാർ പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 10,000 rupees ആണ് ഒരാൾക്ക് കിട്ടുന്നതെങ്കിൽ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, എങ്ങനെയായിരിക്കും സാർ ആണെങ്കിൽ സജസ്റ്റ് ചെയ്യുക? 10% സേവ്.
ഇനി 20% സേവ് ചെയ്യാൻ പറ്റിയാൽ വെരി ഗുഡ്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് 75% സ്പെൻഡ് ചെയ്യും, 10% സേവ് ചെയ്തിട്ട് എങ്ങാനും നാളെ പെട്ടെന്ന് ആവശ്യം വന്ന് എടുക്കാനായിട്ട് 15% ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ 3 കഷ്ണമായിട്ട് വായിച്ച് ചെയ്താൽ തന്നെ നല്ലൊരു രീതിയിൽ ഒരു അച്ചടക്കം അവിടെ ബിൽഡായി. ഇനി അതോടൊപ്പം തന്നെ ഇനി പലരും പറയും എനിക്ക് 10 ഉള്ളൂ, അപ്പോൾ 7500 ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ മിക്കവാറും ഫ്രഷേഴ്സിൻ്റെ അവസ്ഥയായിരിക്കും ഈ പറഞ്ഞത്. ഈ ഫ്രഷേഴ്സിൻ്റെ അവസ്ഥയിൽ ഇതിന് ജോലി കിട്ടുന്നതിനേക്കാൾ തലേദിവസം മുന്നേ വരെയും അവർ അച്ഛൻ്റെ അമ്മയുടെയും ഡിപ്പെൻഡൻസിയിൽ നിൽക്കുന്ന ടൈമാണ്. ആ ടൈമിൽ അവരുടെ പോക്കറ്റ് മണി എത്രയായിരുന്നു? അത് മിക്കവാറും 5000 രൂപയായിരിക്കും. ആ ടൈമിൽ ജോലി കിട്ടി എന്നുള്ള ഒറ്റ ട്രാൻസാക്ഷൻ്റെ പേരിൽ എന്തിനാ അവർ 7500 എത്തിക്കണം ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ ഈ സാധനം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ 7500 രൂപ മാത്രം സ്പെൻഡ് ചെയ്യുന്നുള്ളതിൻ്റെ പെയിൻ അറിയണം. അങ്ങനെയാണെങ്കിൽ ജോലിയിൽ വൃത്തിയായിട്ട് പണിയെടുക്കാനും ജോലിയിൽ നിന്ന് പ്രൊമോഷൻ ഉണ്ടാക്കാനും അയാൾക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ ആ പെയിൻ നമ്മൾ എവറിത്തിങ് ഇസ് നമ്മൾ പറയില്ലേ എല്ലാ സക്സസ്സിനും ഒരു പെയിൻ ഉണ്ടാവും. ആ പെയിൻ നമ്മൾ ശരിക്കും ആ പെയിനായിട്ട് തോന്നുകയും വേണം, ആ പെയിനിൽ നമ്മൾ എൻജോയ് ചെയ്യാനും പറ്റണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഒരു ഭാഗത്ത് സേവിങ്സും വളരുന്നു, ഒരു ഭാഗത്ത് ഇൻവെസ്റ്റ്മെൻറ്റും വളരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഒരു ബ്രേക്ക് എടുക്കണം, ചിലപ്പോൾ ഒരു ഫർദർ സ്റ്റഡീസിനായിരിക്കും. ഡോണ്ട് ഹാവ് ടു വറി, കാരണം റിസർവ് അവിടെ ബിൽഡായി, അല്ലാതെ തന്നെ അതിൻ്റെ ഓൾറെഡി കണ്ടു. അപ്പോൾ ഈ പറഞ്ഞ ഒരു സെറ്റപ്പിൽ ചെറുതായിട്ടൊന്ന് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ചെറിയ എക്സസൈസ് ഇറ്റ്സ് പോസിബിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഫ്രഷേഴ്സിന്റെയും അതുപോലെ ഇപ്പൊ ഹോം മേക്കേഴ്സിനെ എടുക്കാം. അതായത് സ്വന്തമായിട്ട് ഒരു ഏർണിംഗ് അല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കാം, അവർക്ക് കിട്ടുന്ന ഒരു പോക്കറ്റ് മണിയാണ്. അപ്പം അതിനകത്തുനിന്ന് എങ്ങനെ, അതായത് ചിലപ്പോൾ അവർക്ക് അതിനകത്തുനിന്ന് ഒരു പോർഷൻ മാറ്റി വെക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഹോം മേക്കേഴ്സിനെ മാറ്റി വെച്ചിട്ട് കുട്ടികളിലേക്ക് വരാം. അതായത് നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് അത് പോസിബിൾ ആണോ, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് അവരിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ പറ്റും? അല്ല, ഇവൻ ഇപ്പോൾ 2 കാര്യം. ഒന്ന് കുട്ടികൾ, അതിനേക്കാൾ ഒരു ഹോം മേക്കേഴ്സിൻ്റെ ബ്യൂട്ടിഫുൾ. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത് ഈ കഥ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സിലേക്ക് പഠിക്കുകയാണ്. അതിൽ ഒരു മലയാളത്തിലൊരു പാഠം പഠിച്ചിട്ടുണ്ട്, മരുഭൂമിയിലെ നീലുറവ എന്ന് പറയും. അതിൽ ഇത് നബിയുടെ വൈഫിന് ആൾക്കാർക്ക് നോമ്പിനെന്തോ ആൾക്കാരെ വീട്ടിലേക്ക് വിളിക്കണം. അപ്പോൾ നബിയോട് പറയും ഇങ്ങനെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ നബി പറയും ഇത് മതമൊന്നും പറഞ്ഞില്ല കേട്ടോ, ഞാനീ പറഞ്ഞത് അപ്പോൾ അവർ പറയും നമ്മുടെ അടുത്ത് ഇത് മറ്റുള്ളവരുടെ സഹായം കൊണ്ടല്ലേ നമ്മൾ ജീവിക്കണത്, അതിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ ഒരു ലാവിഷായിട്ടൊരു പാർട്ടി അല്ലെങ്കിൽ ഗസ്റ്റിനെ വിളിക്കണം ശരിയല്ല എന്ന് പറയും. വൈഫ് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചെയ്യും. എന്നിട്ട് അവർ ചെയ്യണ കാര്യം വെച്ചാൽ ഇവർക്ക് ജീവിക്കണത് ജീവിക്കത്തുള്ളൂ. അടുത്ത കൊല്ലം വിളിക്കും, ഇവർ പറയും ഞാൻ നമ്മൾ ജീവിച്ചതിന് കുറച്ച് സേവ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് കുറച്ച് കാശുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പാർട്ടി നടത്തിയല്ലോ. പാർട്ടി എന്നല്ല, ചിലപ്പോൾ എന്തെങ്കിലും വാക്കായിക്കോട്ടെ. അപ്പോൾ അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നബി പറഞ്ഞ കാര്യമാണ്, ഇത് മരുഭൂമിയാണ്, ഓൾറെഡി മരുഭൂമിയിലും ഒരു നീലുറവ ഉണ്ടാക്കിയതാണ് ഇത്. കാരണം എനിക്കത് അന്ന് എനിക്കത് എനിക്കത് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ, ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഈ സാധനം എനിക്കിപ്പോഴും മനസ്സിലുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു ക്യാൻ റിയലി മേക്ക് സം സേവിങ്സ് ഔട്ട് ഓഫ് വാട്ട് എവർ ലിറ്റിൽ വി ഹാവ്. സർ, ഓൺ ദാറ്റ് നോട്ട് ഏറ്റവും കൂടുതൽ അതായത് വിമൻ ആണ് കുറച്ചുകൂടെ മണി ഹാൻഡിൽ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് അതായത് അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് എന്നുള്ളൊരു സംസാരം പൊതുവെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അങ്ങനെ ഒരു ജെൻഡർ ഉണ്ടോ അതിന്, അല്ലെങ്കിൽ ദേ ആർ മോർ മൈൻഡ്ഫുൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ? അല്ല, വുമൺ എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ അവർ കുറച്ചും കൂടി ഒരു ഇമോഷൻ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. പിന്നെ അവർ പൊതുവേ ഒരു അവർക്ക് ഈ പറഞ്ഞ ഒരു നാളെ ഉണ്ടെന്നൊക്കെ ഒരു അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരു ടൈപ്പായിട്ട് തോന്നിയാണ് എനിക്ക്. ഇനി ചിലപ്പോൾ ഇപ്പോഴത്തെ ആ ജെൻഡർ ഡിഫറൻസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം വെച്ചാൽ പണ്ട് പെൺകുട്ടികൾ അധികം പുറത്ത് പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പെൺകുട്ടികൾ പുറത്ത് പോയില്ലെങ്കിലും ഇവരുടെ ഫോണിൽ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ പല പെൺകുട്ടികൾക്കും ഉള്ളൊരു കാര്യം പറഞ്ഞാൽ ചിലവർക്ക് ഇപ്പോൾ ഷോപ്പ് ഹോളിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ സാധനം. അത് വലിയ പ്രോബ്ലമാണ്. പക്ഷേ എന്നിരുന്നാലും പെൺകുട്ടികൾക്ക് പൊതുവേ ഈ ആമ്പിള്ളേരെ പോലെ പെട്ടെന്ന് ഇങ്ങനെ തുള്ളി കളിക്കത്തില്ല. ഞാനങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മദർലി ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ ഓൾവേസ് റിസോഴ്സ് കുറവാണെങ്കിലും ദേ വിൽ ഏബിൾ ടു എൻഷുർ എവറിത്തിങ് ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഇവർ കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നത് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യണ പൈസ ഇത് മോളുടെ എഡ്യൂക്കേഷൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്.
ആ പൈസ എടുത്ത് അവർ അത് ഡീവിയേറ്റ് ചെയ്യില്ല. ഇപ്പോൾ ആണുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ മോളുടെ എഡ്യൂക്കേഷൻ വേണ്ടി ചെയ്യുന്നത്, അത് മോളുടെ എഡ്യൂക്കേഷൻ വരെ 3 കൊല്ലത്തിലുണ്ട്, ഓക്കെ ഒരു കാറ് വാങ്ങണം, അവർ ആ പൈസ എടുത്തിട്ട് മറിക്കും. അത് പെൺകുട്ടികളിൽ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാനിപ്പോൾ എസ്പെഷ്യലി ഫിനാൻഷ്യൽ പ്ലാനൊക്കെ ചെയ്യുന്ന ടൈമിൽ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് ചെയ്യുന്നിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു ഡിസിപ്ലിൻ. അത് ബിക്കോസ് സ്ത്രീകൾ അതിൽ ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് സക്സസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൈസ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ സ്ത്രീകൾ ഇസ് വെരി ഗുഡ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഐ ഡോണ്ട് നോ ഹൗ ദേ ആർ യുനോ അവർ ആ എഡ്ജ് എനിക്ക് തോന്നുന്നത് കുറവാണെന്ന് തോന്നുന്നു. കാരണം വുമൺ ഭയങ്കര സേഫ്റ്റി നോക്കുന്ന ആൾക്കാരാണ്. മെൻ ദേ ഗോ ഫോർ ഇറ്റ്. അതെ, ദേ ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഈവൻ നമുക്കിത് തന്നെ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഇതിൽ സിമ്പിൾ സാധനം പറഞ്ഞാൽ ഒരു ബിസിനസ് കോൺഫറൻസിൽ നിങ്ങൾ പോകും, അവിടെ എത്ര പെൺകുട്ടികളുണ്ടാവും, എത്ര ആണുങ്ങളുണ്ടാവും? അത് അവിടെ ആരെങ്കിലും വിളിക്കാണ്ടാണ്, ഇത് പെയ്ഡ് പ്രോഗ്രാം. അപ്പോൾ ഇനി അവിടെ പറയരുത് പെൺകുട്ടികളെ മാറ്റി നിർത്തിയതിനോ, ഇത് ഇറ്റ്സ് ഓപ്പൺ ഫോർ എവരി വൺ. പക്ഷേ അവിടെ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒരു 10% പെൺകുട്ടികളുണ്ടാവുള്ളൂ. വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്നൊരു അർത്ഥമില്ലല്ലോ. താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറയാം, ഈ സാഹചര്യങ്ങൾ എല്ലാവരും ഞാൻ ഒന്നിനും നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ വെച്ചാൽ അതിൽ മാറ്റം വരണം. അല്ലാതെ അത് പല പല കാരണങ്ങളായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം എന്നോട് വീട്ടിൽ സിത്താര എപ്പോഴും പറയാറുണ്ട്, വൈഫ് എപ്പോഴും പറയാറുണ്ട്. കാരണം എനിക്കിപ്പോൾ ഒരു മീറ്റിങ്ങിന് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രസ് ഇട്ട് പോരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വൈഫിന് പോരുന്നുണ്ടെങ്കിൽ ഷീ നീഡ് ടു പ്ലാൻ എവറിത്തിങ്. ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് ത്രൂ, ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് സുബാനി. അതൊരു പ്രശ്നമുണ്ട്. അത് ദാറ്റ് കെമിസ്ട്രി ഹാസ് ടു ബി ദെയർ വിത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ മതി. കാരണം അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യത്തിലുള്ളൂ, വീട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെ യുവർ ഫ്രണ്ട് ഈസ് കമ്മിങ് ഓർ യു വാണ്ട് ടു ഗോ ഫോർ സർട്ടൻ ഇവൻറ്റ്, വി വിൽ പ്ലാൻ ഇറ്റ്. ഈ പറയുന്ന സാധനം അപ്പോൾ ആ പ്ലാനിങ് ഉണ്ടെങ്കിൽ പോസിബിൾ. അപ്പോൾ ആ ഒരു കെമിസ്ട്രി ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുണ്ടായിരിക്കണം. അത് പുറത്ത് പറയണ്ട, ചെയ്താൽ മതി. ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, അതായത് ഒരു മാരേജ് നോക്കുന്ന സമയത്ത് പൈസ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പൈസ നോക്കി കിട്ടിയതാണെന്നൊക്കെ പറയും. അപ്പോൾ ആക്ച്വലി പൈസ നോക്കിയല്ലേ കെട്ടേണ്ടത്? അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ റീഫ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് ഇത് അതായത് നമ്മളിപ്പോൾ ഇമോഷണലി കമ്പാറ്റബിൾ ആണോ നോക്കാൻ ഇപ്പം ഡേറ്റ് ചെയ്ത് നോക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പുറത്ത് പോയി നോക്കുക, ഫുഡ് കഴിക്കുന്ന, ഒരുമിച്ച് പോകുന്നു, ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, പല രീതിയിൽ കോമ്പാറ്റബിലിറ്റി നോക്കാറുണ്ട്. സോ ഈ ഫിനാൻഷ്യൽ കാര്യത്തിലേക്ക് വരുമ്പോഴും പലപ്പോഴും സംസാരിക്കാനുള്ള ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും, എസ്പെഷ്യലി മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും. ആ ഒരു കപ്പിളിനിടയിൽ ആ ചിലപ്പോൾ അതായത് നമ്മുടെ മനസ്സിലൊരു നോഷൻ ഉണ്ട്, പൈസയ്ക്ക് കണക്ക് പറയുക എന്നുള്ളത് എന്തോ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവിടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. സോ വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? ഇപ്പോൾ ഈ പറഞ്ഞത് യു ആസ്ക്ഡ് റൈറ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നണം, ഞാനപ്പോൾ മണി നോക്കിയിട്ട് കല്യാണം കഴിക്കാന്നുള്ളതിനെ വെച്ചപ്പോൾ ഞാൻ വെച്ചു എന്ത് ക്വസ്റ്റ്യാണെന്ന് വെച്ചാൽ, പക്ഷേ ദെൻ യു സ്റ്റഡി ആ ഹാബിറ്റ് നോക്കിയിട്ട് അത് ഭയങ്കര പോയിന്റ്. കാരണം വെച്ചാൽ പൈസ നോക്കി കല്യാണം കഴിക്കണേക്കാളും കൂടുതൽ ആ ഹാബിറ്റ് നോക്കിയിട്ട് കല്യാണം കഴിക്കണം. ഇറ്റ്സ് മേക്സ് ലോട്ട് ഓഫ് സെൻസ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇവൻ നമുക്ക് പൈസനെ പറ്റിയിട്ടുള്ളൊരു ധാരണയുണ്ട്. അത് ഓപ്പണായിട്ട് നമ്മൾ കോൺവെർസേഷനിൽ സംസാരിക്കുന്ന ടൈമിൽ ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പോകണം, അപ്പോൾ ആ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ ഹൗ ഹി ഓർ ഷീ സ്പെൻഡിങ്, ഹൗ ഹി ഓർ ഷീ ഈസ് ഓർഡറിങ് ഫുഡ്. ആ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും, എൻ്റെ പാർട്ട്ണർ ഓർഡർ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് വീട്ടിലെപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്ത് ഡ്രസ്സ് അല്ലെങ്കിൽ ഭക്ഷണം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പുറത്ത് പ്രൈസ് ടാഗ് നോക്കിയിട്ട് അത് എനിക്ക് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് ഈ പറഞ്ഞത്. ഇത് അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷേ എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് കാരണം അവർ ദേ ആർ നോട്ട് യൂസ് ടു. അപ്പോൾ അങ്ങനത്തെ ഹാബിറ്റ്, ദർ ആർ സർട്ടൻ തിങ്സ് വാല്യൂ ഫോർ അസ്, റൈറ്റ്? അത് അടുത്ത നമ്മുടെ പാർട്ട്ണർക്ക് ഉണ്ടോയെന്ന് എൻഷുർ ചെയ്യാനുള്ളൊരു ക്ഷമ കാണിക്കണമെങ്കിൽ നല്ലതായിരിക്കും. ഇനി കാണിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഹാബിറ്റ് നോക്കുന്നത് നല്ലതാണ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പൈസ കാര്യങ്ങൾ ഇപ്പോൾ എസ്പെഷ്യലി നമ്മളുടെ ഇടയിലുള്ള കുറേ സെക്കൻഡ് മാരേജ് ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ സെക്കൻഡ് മാരേജിലൊക്കെ പലപ്പോഴും ഫിനാൻസിൻ്റെ പേരിൽ തല്ലുകൊടുത്തുണ്ടാവേണ്ട കാര്യം വെച്ചാൽ ചിലപ്പോൾ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ആ ടൈം ആകുമ്പോഴേക്കും ഒരു 40 വയസ്സൊക്കെ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 35 വയസ്സൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോഴേക്കും ഇവർക്ക് പൈസ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഭയങ്കര അൺഹെൽത്തി ആയിരിക്കും. അത് അടുത്ത പാർട്ട്ണറെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മളൊരു ക്ലിയർ ചെക്ക് നോക്കിയിട്ട് വേണം നമ്മളിത് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടാനായിട്ട്. അപ്പോൾ ഒരു ന്യൂലി വെഡിങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അടുത്ത പാർട്ട്ണർക്ക് കാശുള്ളതിനേക്കാൾ ഉപരി നമ്മൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ടീമാവാൻ പറ്റും കാശ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ
അതിലാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ മാരേജിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ആളെ കല്യാണം കഴിക്കണേക്കാളും അത് ഒരു നമ്മൾ പറയും ഏറ്റവും നല്ല ആളെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ നമ്മൾ നല്ലതല്ലെന്നുണ്ടെങ്കിൽ ഈ രണ്ടും കൂടി ചേർന്ന് നിന്ന് ഒരു രസമുണ്ടാവില്ല. ഈ അത് എനിക്ക് മാരേജിൻ്റെ കാര്യം പറയാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കണ കാര്യം ഈ രണ്ടും കൂടി ചേർന്നാൽ മതി. ഇപ്പം നമ്മൾ പറയില്ലേ ഏറ്റവും നല്ല ആൾക്കാർ ഇപ്പോൾ നമ്മൾ പറയും നല്ല ശുദ്ധമായ പാല് ഏറ്റവും നല്ലതാണ് അല്ലേ? ഒരാൾ പാലാണെന്നായിരിക്കും, ഒരാൾ ഈ ഡയമണ്ടാണെന്നായിരിക്കും. നമ്മളിത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ മിക്സ് ആവും, രണ്ടും നല്ലതാണ്. പക്ഷേ നല്ല പഞ്ചസാരയും നല്ല പാലുമാണെങ്കിൽ ഇത് മിക്സാവും. ഡയമണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആരാണ് പാലെന്നും ആരാണ് ഡയമണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇനി അടുത്ത ഒരു ചോദ്യം ഉണ്ടാവും, ഒരാൾ അലിഞ്ഞു പോകുന്നത്. അതൊന്നും അല്ല ടേസ്റ്റ്. ടോപ്പിക്കേ മാറിപ്പോയി ഇത് ഈ സാധനം പറയുക. കാരണം വെച്ചാൽ രണ്ട് സാധനങ്ങൾ തമ്മിൽ ചേരുമ്പോഴുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിൽ നിന്ന് ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചില ടൈമിലൊക്കെ ഇപ്പോൾ ഈ പല ജോക്കൊക്കെ കേൾക്കില്ലേ, ഇപ്പോൾ മിഷേൽ ഒബാമ വന്നിട്ട് ഒബാമനെ പിടിച്ച് പ്രസിഡൻ്റാക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള, പിന്നെ ഈ പണ്ടത്തെ ബോയ് ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ അടയ്ക്കുന്നത്. അല്ല, ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന ടൈമിൽ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ടൈമിൽ ഒരു ഹാബിറ്റ് നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്ന ആൾക്കാർക്ക് അധികം കട കൊടുക്കേണ്ട ശീലമൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഏർലി ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതേപോലെ ഇനി രണ്ടുപേർക്കും ജോലി എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് അങ്ങോട്ട് കൊടുക്കാനുള്ള മെച്യൂരിറ്റി അങ്ങോട്ട് ഉണ്ടോ, അതൊക്കെ ഒന്ന് നോക്കിയിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതേമാതിരി ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇനി ഒരുമിച്ചാണോ ഹാൻഡിൽ ചെയ്യാൻ പോണത് അതോ സെപ്പറേറ്റ് ആണോ ഹാൻഡിൽ ചെയ്യാൻ പോണത്, അത്തരം കോൺവെർസേഷൻസ് ഉണ്ടാവണം നല്ലതാണ്. ആക്ച്വലി എന്താണ് നല്ലത്? ആഫ്റ്റർ മാരേജ് ഇൻവെസ്റ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്യുന്നത് ഒരു ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിലത്തെ ഒരു കേസ് പറഞ്ഞാൽ പല ഒരു കേസുണ്ട്. ഇതെല്ലാം കെമിസ്ട്രി അനുസരിച്ചിരിക്കും ഓരോരുത്തരും തമ്മിലുള്ള ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതിനൊരു ക്ലിയർ ആൻസർ ഇല്ല. ഞാനിത് രണ്ടും സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയിലുള്ള ഒരു സിറ്റുവേഷൻ പോലെയാണ്. ഒരു ഫാമിലിയിൽ ചിലപ്പോൾ ഒരാൾ ആ വീടിൻ്റെ ഒരു എൻ്റെയർ കാര്യങ്ങൾ നോക്കണ്ടോ, മറ്റേ ആൾ ഫിനാൻസ് കാര്യങ്ങൾ നോക്കുന്നുണ്ടോ. അപ്പോൾ ചിലപ്പോൾ അവർ രണ്ടുപേരും അതിൽ എക്സ്പേർട്ട് വരിക്കും. അത് അവർ തമ്മിലുള്ള സ്നേഹം നിലനിൽക്കുകയാണെങ്കിൽ അങ്ങനെ പോകുന്നത് തന്നെ നല്ലത്. പക്ഷേ ഇനി രണ്ടുപേർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സ്പേസ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം കമ്പൈൻഡ് ആയിട്ട് ചെയ്യുക, അത് ഫാമിലിയുടെ കോമൺ ആവശ്യത്തിനുള്ളത്. പിന്നെ കുറച്ച് പൈസ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് വയ്ക്കുകയും ചെയ്യുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിൽ കമ്പൈൻ ആക്കുന്നത് ഇറ്റ്സ് എ കറേജ്. എൻ്റെ വാട്ട് ഇഫ് യു ലവ് ദ പേഴ്സൺ? പക്ഷേ രണ്ടുപേരും ഇത് പൈസ ഹാൻഡിൽ ചെയ്യാൻ അറിയണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ സെപ്പറേഷൻ മാത്രമല്ല, വേറെ എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അടുത്ത ആൾ ഇത് ബാക്കപ്പ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് ഉണ്ടാവണമെന്നുള്ളത്. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയാം ഒരാൾ വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത പേഴ്സൺ അത് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടീം വർക്ക് ആയിക്കഴിഞ്ഞാൽ നല്ലതാണ്. അത് ഏതാണോ ഒരു ഫാമിലിക്ക് കൃത്യമായിട്ട് പറ്റണത് അത് നോക്കിയിട്ട് ചെയ്യാന്നുള്ളത്. പക്ഷേ രണ്ടുപേരും ഇൻഫോംഡ് ആയിരിക്കണം, എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ അങ്ങോട്ട് ഉണ്ടായിരിക്കണം. അതാണ് ശരിക്കുള്ള ഒരു നന്നായിട്ട് പോണൊരു കാര്യം. നമ്മളിപ്പോൾ കപ്പിളിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള ടോപ്പിക്കിൽ ആയിരിക്കാം എങ്കിലും സ്റ്റിൽ ആൾക്കാർ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് ചോദിക്കുവാണ്. വെഡ്ഡിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്ന, അതായത് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? അല്ല, ഇതെല്ലാം നമ്മുടെ സന്തോഷത്തിൻ്റെയാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ അതിൽ ഈ വെഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഒരു ബഡ്ജറ്റിന് നിൽക്കണതേ ഉള്ളൂ ഈ സാധനം പറഞ്ഞാൽ. അപ്പോൾ ചില ഫാമിലിക്കൊക്കെ മകളുടെയും മകൻ്റെയും കല്യാണം കഴിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ വൺ ഓഫ് ദ ഫിനാൻഷ്യൽ ഗോൾസ്. എല്ലാവരും ഒരുമിപ്പിച്ച് ചേർക്കുക എന്നുള്ളത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫാമിലി ഗോളായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് അതിനുള്ള ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ അടുത്ത് ഇപ്പോൾ പണ്ടൊക്കെ ഈ അംബാനിയുടെ മുകളിലെ കല്യാണമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ഏറ്റവും ചീപ്പസ്റ്റ് വെഡ്ഡിങ് ആയിരിക്കും അത് നമ്മൾ നോക്കണമെങ്കിൽ. കാരണം അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് വെച്ച് സ്പെൻഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ നെറ്റ്വർത്തിൻ്റെ വളരെ ചെറിയ എന്തോ പോയിൻ്റ് എത്രയോ പെർസെൻറ്റേജ് പുള്ളി സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അത്. അപ്പോൾ അതോടൊപ്പം അദ്ദേഹം ഗസ്റ്റിനെയൊക്കെ വിളിച്ചപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഫാമിലി മാർക്കറ്റിംഗ് ഇവൻ്റ് ആയിരുന്നു. അവർ ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചിട്ടുണ്ടാവും, ക്ലയൻസിനെ വിളിച്ചിട്ടുണ്ടാവും, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ചിട്ടുണ്ടാവും.
സോ ദാറ്റ് വാസ് ഇൻ മോർ ലൈക്ക് എ ബിസിനസ് ഇവൻറ്റ്. ഞാൻ ഈ കമ്പാരിസൺ എനിക്ക് അറിഞ്ഞൂടാ എത്ര നല്ലതാണുള്ളത്. പക്ഷേ ഒരു ഫാമിലി ഇപ്പോൾ കേരളത്തിലത്തേക്ക് ഒരു ഫാമിലി കല്യാണം നടന്നാൽ ചിലപ്പോൾ അവരുടെ എൻ്റെ സ്വത്തിൻ്റെ 10% കഴിയും നോക്കണമെങ്കിൽ. അപ്പോൾ ആ 10% ലൂസ് ചെയ്യാനായിട്ട് അറിയും അഫോർഡ് എന്നുള്ളത് ഈ ഒരു സിറ്റുവേഷൻ പറയും. അപ്പം ഇത് ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയിലൊക്കെ കല്യാണമൊക്കെ ഉള്ള ടൈമിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ആ കല്യാണത്തിന് ആ പൈസ സ്പെൻഡ് ചെയ്ത് ടോട്ടലി വർത്ത് ഇറ്റ്. കാരണം വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു റീയൂണിയൻ. കാരണം അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ റീയൂണിയനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദാറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ്. ഇപ്പോൾ അപ്പം അതും പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കടമൊന്നും വരച്ച് വയ്ക്കരുത്, അത്രേ ഉള്ളൂ. അവനവൻ്റെ കഴിവിനപ്പുറത്ത് പോകരുത്, അത്രേ ഉള്ളൂ. നമ്മളുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, അതിൽ നിർത്തിയിട്ട് എനിക്ക് ഇതെല്ലാനും ഞാനിപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തിട്ടും എൻ്റെ പേഴ്സണലി ചെയ്തപ്പോഴും ഒരു പെർസ്പെക്റ്റീവ് മാറി വരാനാണ് ഈ പറയണത്. അപ്പോൾ എല്ലാവരും ആവശ്യത്തിന് വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ഫാമിലി വെക്കേഷൻ പോണത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും എന്തിനാ ഫാമിലി വെക്കേഷൻ പോകണം, നമുക്ക് ഇവിടെ ചെറായിൽ പോയാൽ പോരെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഫാമിലിയായിട്ട് പോകണതൊക്കെ അതിൻ്റെ ഒരു ജോയ് സംതിങ് എൽസ്. അതും പറഞ്ഞിട്ട് അതെടുത്ത് ക്രെഡിറ്റ് കാർഡിൽ സ്വൈപ്പ് ചെയ്തിട്ടായിരിക്കും അത് പോകേണ്ടത്. നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവണം, അതിൽ നിന്നൊരു പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ. അതേമാതിരി തന്നെയല്ലേ പിന്നെ ഫാമിലി വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലാണെങ്കിലും ഒരു ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഒരു കല്യാണത്തിന് പോയി. ഞാൻ കുഞ്ഞായിരുന്ന ടൈമിലത്തെ എൻ്റെ അയൽവക്കത്തെ ഒരാൾക്കാർ കല്യാണത്തിന് വിളിച്ചത്. ആൻഡ് ഗെറ്റിംഗ് വാസ് റിയലി ഗുഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്നും വിളിക്കേണ്ട കാര്യമില്ല. എനിക്ക് വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ത് സന്തോഷമായെന്ന് അറിയും. കാരണം എനിക്ക് സന്തോഷം എന്നെ കണ്ടിട്ട്, കാരണം എന്നെ അവർ കണ്ടേക്കണത് എനിക്ക് തോന്നുന്നു ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് എന്നെ അവർ കാണുന്നത്. അപ്പോൾ ഈ കോലം കാണുമ്പോൾ ഇപ്പം പിന്നെ എന്നെ കുറേ പേരൊക്കെ യൂട്യൂബിലെ കണ്ട് പരിചയമുണ്ട്. പക്ഷെ എന്നിരുന്നാലും പലരും കാണുമ്പോൾ എന്നെ ഇപ്പോഴും ആണ് കുഞ്ഞിലെ വിളിച്ചിരുന്ന എൻ്റെ അന്നത്തെ പേരുകൾ അവർ വിളിക്കുന്നത്. അപ്പോൾ സോ ആ ഒരു എക്സ്പീരിയൻസ് നോ വൺ ക്യാൻ ഗിവ് ഇറ്റ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇതിൽ ഒരു ചോദ്യം ഇതാണ്, നമ്മുടെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ മീനിങ് അതാണല്ലോ ലൈഫിൽ. നമ്മളെല്ലാം പിശുക്കി വെച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. അപ്പം അതേപോലെ തന്നെ സാർ, ഇപ്പം നമ്മൾ ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു പേഴ്സൺ, അവരുടെ ഒരു സെൽഫ് കെയറിനും അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അവർ ഡ്രസ്സപ്പ് ചെയ്ത് വരിക, അവർ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ, ഇതൊക്കെ അവർക്കൊരു മെൻ്റലി ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ടാവും. പക്ഷേ അവർ ചിലപ്പം അവരുടെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഓവർ സ്പെൻഡ് ആയിരിക്കാം. അപ്പം ആക്ച്വലി അവിടെ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ്? ഇതെല്ലാം കൈവിട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് കോൺഫിഡൻസ് കിട്ടി നല്ലൊരു ഡ്രസ്സ് വാങ്ങിയിട്ട്, പക്ഷേ ആ സ്പെൻഡിൻ്റെ പേരിൽ നമുക്ക് നെഞ്ചുവേന വരും ഈ സാധനം പറഞ്ഞാൽ. നമ്മുടെ മാസം ബഡ്ജറ്റ് നോക്കുന്ന ടൈമിൽ എല്ലാം തീർന്നു പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരു നല്ലൊരു കാറ് വാങ്ങി, അപ്പോൾ ആ കാറ് വാങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. അതോടൊപ്പം EMI അടയ്ക്കുന്ന ടൈമിൽ നമ്മുടെ എൻ്റെ മന്ത്ലി ബഡ്ജറ്റ് തെറ്റാനും പാടില്ല. അപ്പോൾ ആ ഒരു ബാലൻസിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ കാരണം വെച്ചാൽ എപ്പോഴും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ പറയും ബഡ്ജറ്റൊക്കെ അനുസരിച്ചിട്ട് ഇപ്പോൾ എത്രയോ NRI ക്ലയൻസൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ ആദ്യം വരുമ്പോൾ പറയാം, കാരണം അവരവിടെ നല്ല SUV ഒക്കെ ഓടിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ പറയും അറ്റ്ലീസ്റ്റ് ഒരു ഇന്ന കാറ് വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ നോക്കുന്ന ടൈമിൽ നമ്മൾ ആലോചിക്കും ഇത് ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർ പറയും അത് വേണ്ടല്ലോ, ശരിയാണല്ലോ പറയുന്നത്, വേണ്ട നമുക്കിത് മതി എന്ന് പറയും. അപ്പോൾ അവിടെ ശരിക്കും പറയാം 40 ലക്ഷം രൂപയുടെ സാധനത്തെ നമുക്കൊരു 20 ലക്ഷം രൂപയ്ക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. ദാറ്റ്സ് എ ബിഗ് തിങ്. ഇപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ചില ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ കാർ ഉപയോഗിക്കുന്നത്, എനിക്ക് ഈ കാറിലേക്ക് പോകണം. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഒരു 30 ലക്ഷം ബഡ്ജറ്റിൽ നിന്ന് ചിലപ്പോൾ 80 ലക്ഷത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷേ അവർ പറഞ്ഞ കാര്യമാണ്, ഈ സാധനം വന്നപ്പോൾ എനിക്ക് എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പോകണമെന്നുള്ള ആക്സെപ്റ്റൻസ് വേറെയാണ്, എനിക്ക് എന്നോടുള്ള കോൺഫിഡൻസ് വേറെയാണ്, എൻ്റെ എംപ്ലോയീസ് എന്നെ കാണുന്ന രീതിയിൽ വേറെയാണ്. അപ്പോൾ അതിലവർ ബിസിനസ്സിൽ ഒരു മെച്ചമുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റാണ്, അത് പേഴ്സണൽ സാധനം അല്ല അത്. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ആ ബാലൻസ് ഓരോ ഇൻഡിവിജ്വൽസും ഇതിനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യമുള്ളത്. കാരണം നമ്മൾ ഈ പറഞ്ഞതിൽ ഈ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനൊരു സ്റ്റാൻഡേർഡ് ആൻസർ ഇല്ല. ഒരാളുടെ എന്താണ് ഫിറ്റെന്ന് നമ്മൾ നോക്കിയിട്ട് അത് കണ്ടെത്താന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ എനിക്ക് ചോദിക്കാറുണ്ട് ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് പറയാൻ പറയും, അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റോക്ക് പറയും. ഇത് ഈ ആൻസർ, ഈ ക്വസ്റ്റ്യനും ആവശ്യമില്ല, ആൻസറും ആവശ്യമില്ല. ഇത് ഇപ്പോൾ അരുണിന് പറ്റിയത് എന്താണ്,
ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ സത്യത്തിൽ ചെയ്യുന്നത്. കാരണം നമ്മളെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം, ഒരു വീട് പണിയുന്ന സമയത്ത് നമ്മൾ ഒരു എഞ്ചിനീയറുടെ അല്ലാന്നുണ്ടെങ്കിൽ ആ ആർക്കിടെക്ചറുടെ സ്കില്ലിനെ നമ്മൾ പറയും ഇത് തന്നെയല്ലേ മണി ഡിസൈൻ ചെയ്യണത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൽ ചെയ്യണതിലൊരു തെറ്റില്ല, പക്ഷേ നമ്മുടെ കപ്പാസിറ്റിക്ക് പറ്റിയതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്റ്റുഡിയോൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല വീട് നോക്കുകയാണെങ്കിൽ പലതും പല വീടുകളാണ്. പക്ഷേ ആ വീടുകൾ വലിപ്പം ചെറുപ്പം മനസ്സിലാക്കിയിട്ട് ആ ആളുകൾ അവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അത് തന്നെയായിരിക്കണം മണി ലൈഫ്. അതുപോലെ നമ്മൾ ഈ ബിസിനസ് ഓണേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എസ്പെഷ്യലി സ്റ്റാർട്ടപ്പ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കൂടുതലും സ്റ്റാർട്ടിങ്ങിൽ റീഇൻവെസ്റ്റ് ചെയ്യായിരിക്കും ചെയ്യും. അതിനകത്തുനിന്ന് വരുന്ന പ്രോഫിറ്റ് എടുത്തിട്ട് അവർ അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടി റീഇൻവെസ്റ്റ്. അപ്പോൾ ഏതൊരു പോയിന്റിലായിരിക്കും അവർക്കത് റീഇൻവെസ്റ്റ് ചെയ്യാതെ പേഴ്സണൽ ഇൻവെസ്റ്റ് ചെയ്യണം എടുക്കുന്നത്? അല്ല, ഇതെപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ മിനിമം ബിസിനസ് ഓണേഴ്സ് അവർക്കൊരു സാലറി ഫിക്സ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ആ സാലറി അവരെടുക്കാനായിട്ട് തുടങ്ങുക ഫസ്റ്റ് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ. കാരണം ആ സാലറി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണെങ്കിലും ഒരു ബിസിനസ്സുകാരാണെങ്കിലും അദ്ദേഹം ഒരു പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സാലറി എടുക്കില്ലേ, ആ സാലറി ഈക്വലൻ്റ് ആയിട്ടുള്ള പൈസയെങ്കിലും അവരുടെ ബിസിനസ് എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യാണ്ട് മരിക്കും അത് ചെയ്താൽ പോരെ. ഈ ഒരു ആൻസർ ഇവർക്ക് ഉണ്ടാവണം. കാരണം ശരിക്കും ആ ബിസിനസ്സിന് വേണ്ടി ബിസിനസ്സും ആ ഇൻഡിവിജ്വലും രണ്ടാണ്. അപ്പോൾ ആ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് ഇദ്ദേഹത്തിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സാലറി കൊടുക്കാനുള്ള കഴിവുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി നോ യൂസ്, റൈറ്റ്? അപ്പോൾ ഈ സാലറിയിൽ നിന്ന് ഒരു പൈസ ഇദ്ദേഹം പേഴ്സണൽ കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവണം. തരത്തിലുള്ള ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ ഞാൻ ആദ്യം ഇത്ര നാളത്തേക്ക് എടുക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് ഉണ്ടല്ലോ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് നല്ലതല്ല, എന്നാലും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് മേക്കിംഗ് മിസ്റ്റേക്ക് സർ ഒബ്സർവ് ചെയ്തിട്ടുള്ള 1-2 മിസ്റ്റേക്സ് പറയാൻ പറ്റുമോ? അല്ല, ഇതിൽ എനിക്കങ്ങനെ ഒരു ഇപ്പോൾ പൊതുവേ എൻ്റെ അടുത്ത് വരുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഒന്നില്ലെങ്കിൽ ഇപ്പോൾ കടമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കടമായിട്ട് വരുന്ന ആൾക്കാരുടെ മേജർ കാര്യം എന്ന് വെച്ചാൽ ഇവർ ആ ടൈമിൽ പേഴ്സണൽ ഫിനാൻസ് ടേക്ക് കെയർ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അതിൽ കണ്ടേക്കുന്ന ഒരു കാര്യമാണ് അവർ സ്വന്തമായിട്ട് എടുക്കാത്തത് വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ ഞാൻ എസ്പെഷ്യലി ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ കാണുമ്പോൾ അവർ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, എന്ത് പറഞ്ഞാലും ബിസിനസ്സാണ് ആദ്യം എന്ന് പറഞ്ഞിട്ട്. ബിസിനസ് അല്ല ആദ്യം, നിങ്ങളാണ് ആദ്യം. കാരണം നിങ്ങൾ ചെയ്യണ എല്ലാവരും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയാണ് ആദ്യം. അപ്പോൾ എപ്പോഴും നമ്മൾ പറയും ആദ്യം ബിസിനസ്, അത് കഴിഞ്ഞിട്ട് ഞാൻ, അത് കഴിഞ്ഞിട്ട് ഫാമിലി എന്ന് പറയും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ബിസിനസ്സിന് വേണ്ടിയിട്ടും കൃത്യമായിട്ട് ചെയ്യണ കാര്യം വെച്ചാൽ വൈ, ബിക്കോസ് ആ പേഴ്സണിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പേഴ്സണിന് കെയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസേ കാര്യമില്ല. കാരണം വെച്ചാൽ ആ ബിസിനസ് നാളെ ഓടണമെന്നുണ്ടെങ്കിൽ ഈ പേഴ്സണിൻ്റെ തല മര്യാദയ്ക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ അതിനൊരു സാലറി നിശ്ചിതമായിട്ട് എടുത്താൽ മാത്രമാണോ? ഡെഫിനറ്റ്ലി അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, കാരണം എന്നിട്ടും സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് വെക്കണം. ഈ പീരീഡ് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് 3 ഈവൻ ഒരു വർഷം എത്രയാണെങ്കിലും അതിൽ കൂടുതൽ ഒരു പേഴ്സണിന് സാക്രിഫൈസ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും വേണ്ട. ഇപ്പം നമ്മൾ ഭയങ്കര സാലറി ഒന്നും എടുക്കുന്നില്ല, നമ്മുടെ ഫാമിലിക്ക് അത്രയും ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല, അവരെ അത്രയും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് നമ്മളെ കൂടെ ജീവിക്കാനായിട്ട് എൻജോയ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ അവർ ഹാപ്പി അല്ലെങ്കിൽ നമ്മൾക്ക് എൻജോയ്മെൻറ്റ് ഉണ്ടാവും. സ്വയം ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. സ്വയം ഒരു മോട്ടിവേഷൻ. അപ്പോൾ ഡെഫിനറ്റ്ലി യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ നമ്മൾ കുളിക്കാണ്ട് വരുമോ, അത്രയും സോപ്പും ഡ്രസ്സും സേവ് ചെയ്യാന്ന് പറഞ്ഞിട്ട്? നോ, ബിക്കോസ് വൈ വി ആർ ഡൂയിങ് ഇറ്റ്? ബിക്കോസ് യു നീഡ് ടു ഹാവ് യുവർ ഓൺ. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ എനിക്കറിയില്ല, പക്ഷേ ഇത് തന്നെയല്ലേ നമ്മുടെ കുട്ടിക്ക് ഒരു നല്ലൊരു ഡ്രസ്സ് വേണം, നല്ലൊരു കളിപ്പാട്ടം വേണം, ഇതുപോലും സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ സെയിം ടൈം യു നീഡ് ടു ഹാവ് എ അഷ്യൂരിറ്റി ദാറ്റ് എൻ്റെ കൊച്ചിന് എഡ്യൂക്കേഷന് പോകുന്ന ടൈമിൽ ഷുഡ് ഹാവ് എ മണി. ആ ടെൻഷൻ വെച്ചിട്ട് ബിസിനസ് റൺ ചെയ്ത ക്യാൻ ദേ മേക്ക് ദ ബിസിനസ് ബിഗർ. അപ്പോൾ ഡെഫിനറ്റ്ലി വൺ പോയിന്റ് ഓഫ് ടൈം അവർ പേഴ്സണൽ ഫിനാൻസ് കെയർ ചെയ്തേ പറ്റും. അല്ലാതെ നമ്മൾ എപ്പോഴും പറയും ഇപ്പോൾ ഞാൻ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കണം. നോ, അയാൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അത് ആ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും അത് കൂടുതൽ കാലം അത് നടക്കില്ല. അപ്പോൾ അതിനൊരു ബാലൻസ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡെഫിനറ്റ്ലി. അതേപോലെ തന്നെ സർ, പല ബിസിനസ് ഓണേഴ്സും പറയും ഞാൻ വേറെ സേവിങ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സാണ്.
എന്ന് പറയുന്നതും ഒരു ശരിയായിട്ടുള്ള എല്ലാവർക്കും നല്ലതാണ് ഒരു കണക്കിന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് എ പാഷൻ ദേ ആർ ടോക്കിംഗ് അബൌട്ട്. പക്ഷേ വൺ പോയിന്റ് ഓഫ് ടൈം അവർക്ക് അവരുടേതായ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നേ. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ബിസിനസ് ഹൈ കോമ്പറ്റീഷൻ വന്നു, ആ ബിസിനസ് പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ആ പേഴ്സൺ സീറോ ആവാൻ പാടില്ല. ആ പേഴ്സൻ്റെ അടുത്ത് കുറച്ച് ബാക്കി ബാക്കപ്പ് വേണം. ആൻഡ് ഇദ്ദേഹത്തിന് ഒരു ബിസിനസ് ഒരു ലെവലിലെത്തുമ്പോൾ അദ്ദേഹം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റണം. അപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് കംപ്ലീറ്റ്ലി നിർത്തിപ്പോയി കഴിഞ്ഞാലും കൊച്ചിൻ്റെ എഡ്യൂക്കേഷനുള്ള ഫണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. ഇനി കൊച്ചിനെ കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമെങ്കിൽ അതുണ്ടാവണം. കാറ് വീട് ഇതെല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ റിട്ടയർമെൻറ്റിനുള്ളൊരു ഫണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ഈ സാധനം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എൻ ഇൻഡിവിജ്വൽ യു ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അങ്ങനത്തെ ഒരു പീസ് ഓഫ് മൈൻഡിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബിസിനസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കൊരു ക്വസ്റ്റ്യൻ കൂടെ. അത് നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്നു, അത് സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട്. ബട്ട് അത് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഫണ്ട് ആവശ്യമുണ്ട്. ബട്ട് ആ ഒരു ഫണ്ടിനേക്കുള്ളത് പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുകയോ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ആണോ? നല്ലതല്ലേ? ഡെഫിനറ്റ്ലി. ലോൺ എടുക്കുകയാണെങ്കിലും ലോൺ എടുക്കുകയാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് പിന്നെ ചിലർ പറയുമ്പോൾ ലോണാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. അല്ല അങ്ങനെയൊന്നല്ല. അതും അങ്ങനെ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇതിനെ ഒത്തിരി ഒരു ഒരു പ്രിൻസിപ്പിളിലേക്ക് എന്താ പറയുക, ഒരു ഫിലോസഫിയിലേക്ക് പോണേക്കാളും നല്ലതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഓരോരുത്തരുടെയും ശരിക്കും ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ റിക്വയർമെൻറ്റ് മനസ്സിലാക്കുക. അപ്പോൾ ബിസിനസ്സിന് ഫണ്ടാണ് വേണ്ടത്. അപ്പോൾ ആ ബിസിനസ്സിന് ഫണ്ട് വേണ്ട ടൈമിൽ നമുക്കൊരു പാർട്ട്ണറെ ഇതിലേക്ക് കൂട്ടണോ അതോ ലോൺ എടുക്കണോ? ഇപ്പോൾ ലോൺ എടുത്താൽ ചിലപ്പോൾ ഒരു 10% ഇൻട്രസ്റ്റ്, ആ 10% കൂടി നമുക്ക് അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാനുള്ള കഴിവ് ആ ബിസിനസ്സിനുണ്ടോ? ഈസ് ഇറ്റ് മേക്കിംഗ് സെൻസ്? ആ ഒരു ഫിനാൻസിങ് ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു 1 കോടി എടുത്ത് അപ്പോൾ 10% അപ്പോൾ നമുക്ക് ഒരു 5 വർഷത്തിനുള്ളിൽ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ EMI എത്ര വരും? അതിനേക്കാളും കൂടുതൽ ഇതിൽ നിന്ന് ഈ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലോൺ പോരെ? എന്തിന് നമുക്കൊരു പാർട്ട്ണർ ആ ടൈമിൽ ചിന്തിക്കും. പക്ഷേ ഒരു പാർട്ട്ണറെ കൊണ്ടുവന്നു അങ്ങേരുടെ എക്സ്പെർട്ടൈസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഡെറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പാർട്ട്ണർ മതി. അപ്പോൾ അത് ആ ബിസിനസ് സ്ട്രക്ചറിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ആ പറയുന്നത്. അതുപോലെ നമ്മൾ ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്ന ഒരു ഇപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടത്. അപ്പം ഞാൻ ഒരാളെ പാർട്ട്ണർഷിപ്പ് ആഡ് ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫണ്ട് ഉണ്ടാവും. ബട്ട് പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പക്ഷെ അയാൾക്ക് വേറെ രീതിയിൽ നമ്മുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും അവരുമായിട്ട് ആ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ടേംസ് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു അല്ല, ഇതിലത്തെ കാര്യം പറഞ്ഞാൽ പാർട്ട്ണറായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം പൈസ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ആൾ നമ്മളുള്ള വേറെ രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കും. ഈ സാധനം പറഞ്ഞാൽ ഇനി 100 ക്വസ്റ്റ്യൻസ് എല്ലാ ബസ്സും ചോദിക്കണം. അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയൽ പാർട്ട്ണർ. അപ്പോൾ ഇനി വേറൊന്നുമല്ല, എനിക്ക് അറിഞ്ഞോളൂ ഇത് പറയുന്നത് ശരിയാണ്. അയാളായിട്ട് ഒരു ആഴ്ച നിങ്ങൾക്ക് വെക്കേഷന് പോകാൻ പറ്റും. അത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഹിം എസ് എ പാർട്ട്ണർ. ഈ പറഞ്ഞൊരു സിറ്റുവേഷൻ അതിൻ്റെ പേരിൽ നിങ്ങളുടെ BP കൂടുമോ ഇല്ലേ? അല്ലാണ്ട് ഈ അല്ലാത്ത പാർട്ട്നേഴ്സിനെ കൊണ്ട് ഇപ്പോൾ നമ്മളൊരു ഷെയർ ഹോൾഡർ വന്നു, അദ്ദേഹത്തിന് പൈസ ആണ് നമ്മുടെ റിക്വയർമെൻ്റ് എന്നുണ്ടെങ്കിൽ പൈസ ക്യാൻ മീറ്റ് ഹിയർ ആൻഡ് ഹീ ഈസ് എ വെരി ജെന്യുവിൻ പേഴ്സൺ. ഹി റെസ്പെക്ട് യുവർ വർക്ക്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പാർട്ട്ണറായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആൻഡ് യു ആർ നോട്ട് എക്സ്പെക്ടിങ് എനി കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓൾസോ. പക്ഷേ കൂടുതലും അദ്ദേഹത്തിന് ആ ബിസിനസ്സിൽ കോൺട്രിബ്യൂഷൻ തരാൻ പറ്റണമെങ്കിൽ ഇതൊരു അഡ്വാൻറ്റേജ് ആണ് ഈ പറഞ്ഞൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ട്ണറെ കൊണ്ടുവന്നു എന്നിട്ട് എല്ലാ ആഴ്ചയും വന്നിട്ട് ചോദിക്കണം എന്തായി ബിസിനസ്, എന്തായി ബാലൻസ് ഷീറ്റ്. ആ ഒരു ട്രാൻസ്പെറൻസി ആൾ ചോദിക്കണം, അതേപോലെ നമ്മൾ കൊടുക്കാൻ തയ്യാറുമല്ല. ഇതൊരു 2 വേ ഒരു സിറ്റുവേഷൻ. നമ്മൾ ആരാണ്? നമ്മൾ ആർ വി ഗുഡ് ടു ഗീവ് എ ട്രാൻസ്പെറൻസി? ആർ യു കംഫർട്ടബിൾ ഗിവിങ് ദ ട്രാൻസ്പെറൻസി? അങ്ങനെയാണെങ്കിൽ അതിന് ഫിറ്റാവുന്ന പാർട്ട്നേഴ്സിന് ഇത് കല്യാണം കഴിക്കണവർ തന്നെ. നമ്മളിപ്പോൾ ലോണിൻ്റെ കാര്യം പറഞ്ഞത് സർ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ഞാൻ പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്, അതായത് ബജറ്റിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ബജറ്റിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ലോൺ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു സാലറി വെച്ചിട്ട് എനിക്ക് ഇത്ര പെർസെൻറ്റേജ് വരെ ലോണിന് കൊടുക്കാം എന്നാണെങ്കിൽ അങ്ങനെ ഒരു യൂണിഫോം ഒരു ഇതുണ്ടോ? അല്ലെങ്കിൽ എത്ര EMI ഇടാൻ? 25 അതൊക്കെ കൂടുതൽ കൂടുതലായി ഞെരുക്കി പോകും. അല്ല, ഒരു 40% വരെയൊക്കെ ഓക്കെയാണ്.
പക്ഷെ നമ്മുടെ ഇത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയാണ് ഇപ്പോൾ ഇനി നമ്മൾ ആലോചിക്കണേ നമ്മുടെ ഒരു സാലറി കിട്ടും. അതിൽ നമ്മുടെ വൈഫ് പറയാണ് എനിക്ക് 25% തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ യു കംഫർട്ടബിൾ ഗിവിങ് ദാറ്റ്? അല്ലെങ്കിൽ എനിക്ക് 40% വരെ തരണമെന്നില്ല, ആർ യു കംഫർട്ടബിൾ ഗിവിങ് ദാറ്റ്? അങ്ങനെയാണെങ്കിൽ ഇത്രയും വരെ. അല്ലെങ്കിൽ നമുക്ക് ചിലവും ഒരു നമ്മുടെ ശമ്പളത്തിൻ്റെ ചിലവ് ഒരു 75-80% ഉണ്ട്. എന്നിട്ട് ലോണും ഒരു 40% ആയി കഴിഞ്ഞാൽ ഇതെവിടെ പോയി നിൽക്കും? കാരണം ഇതെല്ലാം ഞാൻ ഓഫീസിൽ കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് വരുന്ന ക്ലയൻസിൻ്റെ എല്ലാവരുടെയും കണ്ടുവരുന്ന പ്രശ്നം ഇതാണ്. അപ്പോൾ ഒരു ഹെൽത്തി ഓൾവേസ് ഒരു 25% ആണ്. ഞാൻ പറഞ്ഞ എല്ലാ കടവും കൂടിയിട്ട് ഈ കടത്തിലും മലയാളികൾക്ക് വേറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ ഗോൾഡ് ലോൺ നമ്മൾ കടമായിട്ട് കൂട്ടിയിട്ടില്ല. കാരണം അത് കൊല്ലത്തിൽ നമ്മൾ പോയിട്ട് പുതുക്കുള്ളൂ. ഇനി അടുത്ത കാര്യം മറ്റേ കുറി വിളിച്ചെടുത്ത് കഴിഞ്ഞാൽ അതും ലോണാണ്. അപ്പോൾ ഇതെല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് 25%. നമ്മൾ ഗോൾഡിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം പൊതുവെ മലയാളികൾ ഗോൾഡിനോട് ഒരു ഇമോഷൻ ഉണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഹെൽത്തിയാണ്. ഗോൾഡ് അല്ലെങ്കിൽ ലാൻഡ്, ഗോൾഡ് പല രീതിക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതായത് SIP പോലത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലാത്ത ലാൻഡ്, ഗോൾഡ് പോലത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് ഏതായിരിക്കും ഏറ്റവും ഹെൽത്തി ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുക? അല്ല, ഇതെല്ലാത്തിനും ബാലൻസ് ഉണ്ടാവണമെന്നുള്ളത്. ഇപ്പോൾ ഗോൾഡിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്ന ഇപ്പോൾ താന്നിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും അവരുടെ ഡിസിഷൻ ഭയങ്കരമായിട്ട് ശരിവെച്ച ഒരു ഗോൾഡ് പ്രൈസ് മൂവ് അല്ലേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇൻഫ്ലേഷൻ ഹെഡ് ചെയ്യാൻ ഏറ്റവും നല്ല സാധനം ഗോൾഡാണ്. ആൻഡ് യു ക്യാൻ ഓൾവേസ് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഗോൾഡിലാവരുത്, എല്ലാം ലാൻഡിലാവരുത്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ലാൻഡും ഗോൾഡും കൂടി തരം തിരിച്ച് പറഞ്ഞെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സ്ഥലത്തേക്കാളും ഒന്നും കൂടി ലിക്വിഡിറ്റിയും അപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോൾഡാണ്. പറമ്പ് വാങ്ങുന്ന ടൈമിൽ അല്ലെങ്കിൽ ലാൻഡ് വാങ്ങുന്ന ടൈമിൽ ആ ലൊക്കേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അത് വിറ്റ് പെട്ടെന്ന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ എൻ്റെയർ കോർപ്പസിൽ എത്ര രൂപയ്ക്ക് ലാൻഡ് ഉണ്ട്, എത്ര രൂപയ്ക്ക് ഗോൾഡ് ഉണ്ട്. അങ്ങനെ ഒരു അസറ്റ് ലൊക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്നുവെച്ചാൽ അസറ്റ് ലൊക്കേഷൻ വെച്ചാൽ നമ്മളിപ്പോൾ മൊത്തം സ്വത്തിൻ്റെ എത്ര ശതമാനം ലാൻഡിലുണ്ട്, എത്ര ശതമാനം ഗോൾഡിലുണ്ട്, എത്ര ശതമാനം മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് എന്ന് നോക്കിയിട്ട് ചെയ്യുന്നത് നല്ലത്. കുറച്ചുകൂടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. നമ്മൾ ഒരുപാട് ഇപ്പം ഞാൻ അറിയാം പൈസയെക്കുറിച്ച് നമ്മൾ അറിയാനായിട്ട് എടുക്കുന്ന കുറേ ബുക്സ് ഉണ്ട്. ഇപ്പം ഹാബിറ്റ്സ്, മണി ഹാബിറ്റ്സ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന റിച്ച് ഡാഡ് പുവർ ഡാഡ്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ? അതായത് ഒരു പുവർ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അതായത് എനിക്ക് കുറേ പൈസ ഉണ്ട് പക്ഷെ എൻ്റെ മൈൻഡ് സെറ്റ് ഭയങ്കര പുവറാണ്, അല്ലെങ്കിൽ എനിക്ക് തീരെ പൈസ ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഹൈ മൈൻഡ് സെറ്റാണ് ഇഷ്യൂസ്. അപ്പം ശരിക്കും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ? അല്ല, ഇതെല്ലാം നമ്മൾ പറയണതാണ്. പക്ഷേ നമുക്കൊരു ഡെഫിനറ്റ്ലി നമുക്കൊരു പോസിറ്റിവിറ്റി നമുക്ക് വേണ്ടത്. അത് പൈസയുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും. ഇപ്പം നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിന് പോലും നമ്മുടെ ഒരു വൈബുള്ളവരിടത്തല്ലേ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് പൈസയുടെ കാര്യത്തിൽ രണ്ട് കാര്യമുള്ളൂ. ഒന്ന് നമ്മുടെ ഫിയർ, രണ്ട് നമ്മുടെ ഗ്രീഡ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 1,00,000 രൂപ നിങ്ങൾക്ക് 2 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഫസ്റ്റ്? ഇനി അപ്പോൾ ഈ സാധനത്തിൽ ചിലപ്പോൾ ഒരു കാര്യം എനിക്ക് 1,00,000 കിട്ടിയിട്ട് അടിപൊളി, എനിക്ക് ഇന്ന ചെയ്യാമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം വെച്ചാൽ പേടിച്ചിട്ട് പറയും 1,00,000 രൂപ എടുത്തിട്ട് കട്ടിലിൻ്റെ അടി കൊണ്ട് വയ്ക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ പിന്നെ ഇനി 1,00,000 രൂപ പെട്ടെന്ന് നമ്മൾ ഗോൾഡ് വാങ്ങി വെച്ചു. ഗോൾഡിൻ്റെ വില ഒറ്റയടിക്ക് അടുത്ത മാസം 1,50,000 ആയി. ആ ടൈമിൽ വിൽ യു കീപ് ദാറ്റ് ഓർ വിൽ യു സെൽ ഇറ്റ്? അത് ദർ ഇസ് ഓൺലി 2 റീസൺസ്. ഒന്നില്ലെങ്കിൽ പേടി താഴെ പോകുമെന്നുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ മോളിൽ പോയത് ഞാൻ മിസ്സാവും എന്നുള്ള പേടി, അല്ലേ? അത് ഗ്രീഡ്. അപ്പോൾ ഈ രണ്ട് സാധനമാണ് ശരിക്കും വർക്കൗട്ട് ചെയ്യണത്. എന്ത് നോക്കിക്കോ, എന്ത് പരിപാടിയാണ് ഈ രണ്ട് കാര്യമുള്ളൂ. എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് വർക്കിംഗ് ഉണ്ട്. സൈക്കോളജി എല്ലാം പിന്നെ ഈ സൈക്കോളജി എല്ലാം ബേസ്ഡ് ഓൺ ദീസ് 2 തിങ്സ്. അപ്പം ഈ സാധനത്തിലാണ് ഈ പറഞ്ഞ പൂവർ തിങ്കിങ്ങും റിച്ച് തിങ്കിങ് ഉള്ള ഒരു കാര്യം. നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഐഡിയൽ തിങ്കിങ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് മനസ്സമാനായിട്ടിരിക്കുക. ഇത് വലിയ ഇതുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ എന്ത് ചെയ്യും? സർ, ഇപ്പം മാർക്കറ്റ് ക്രാഷ് ആവുന്നു, US ടാരിഫിങ് ഇൻക്രീസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ മാർക്കറ്റ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് അല്ലെങ്കിൽ ഇതായിട്ടിരിക്കും. സാറിൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് ഇപ്പം സാറ് ഇങ്ങനത്തെ ഒരു അഡ്വൈസാണ്, ഇപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവരുടെ ഇൻവെസ്റ്റ് ചെയ്തത് റിട്ടേൺ എടുക്കാനാണോ പറയുക, അതോ എങ്ങനെ? നമ്മളെപ്പോഴും നോക്കണേ വൈ ദ ഇൻവെസ്റ്റഡ് എന്നുള്ളതാണ് ഈ കാര്യം പറഞ്ഞാൽ. ഇപ്പം നമുക്കൊരു വിൽക്കുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഒന്ന് ടാക്സ് കൊടുക്കണം, 2 ഇനി ഞാൻ പെട്ടെന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ വി ആർ മിസ്സിങ് ഔട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പം നമ്മൾ നോക്കുന്ന രീതിയിൽ
താങ്കൾ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞില്ല അസറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പേപ്പർ അസറ്റ്സിൽ നോക്കുകയാണെങ്കിൽ എത്ര രൂപ FD-യിലേക്കുണ്ട്, എത്ര രൂപ മ്യൂച്വൽ ഫണ്ടിലുണ്ട്, എത്ര രൂപ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലുണ്ട്, എത്ര രൂപ ഗോൾഡിലുണ്ട്, ആ അലോക്കേഷൻ കറക്റ്റാണോ? പിന്നെ വെൻ ദേ വാണ്ട് മണി, ഇപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് എപ്പോൾ വേണേലും പൈസ കുറച്ച് വേണം, അതിനുള്ള ലിക്വിഡ് പൈസ FD-യും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ വി ഡോണ്ട് ടച്ച് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, വിൽ കീപ് ദാറ്റ്. ആക്ച്വലി സ്പീക്കിംഗ് ദിസ് എ ടൈം ടു കൂടുതൽ വാങ്ങാനുള്ള അവസരം. അപ്പോൾ നമ്മൾ ഇയാൾക്ക് എന്തിനാ ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കണത്. ചിലപ്പോൾ ഇദ്ദേഹത്തിന് ചിലപ്പോൾ അടുത്ത 7 കൊല്ലം കഴിഞ്ഞിട്ട് പൈസ ആവശ്യമുള്ളൂ. ഈ ടൈമിൽ മാക്സിമം കൊണ്ടിടല്ലേ വേണ്ടത്. അപ്പോൾ ആ ഒരു 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 പ്രിൻസിപ്പിൾ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാനുണ്ട്. അതേ പറഞ്ഞു. ശരിക്കും ഈ മണി മാനേജ്മെന്റ് ചെയ്തു കൊടുക്കാൻ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ക്ലയൻസ് ആരാണ്? അങ്ങനെ നമുക്ക് ഇതിനുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ പറയണത് നമ്മൾ ഈ പറയണ വാല്യൂസ് വിശ്വസിക്കുന്ന ആൾക്കാരെ നമുക്ക് ഈസിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പറയണത് ഒട്ടും ഈ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. അവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി കാണ്ട് അസോസിയേറ്റ് വിത്ത് ഈ പറഞ്ഞ സിറ്റുവേഷൻ. അവിടെ ഇറ്റ്സ് ചലഞ്ചിങ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ എനിക്ക് എത്ര റിട്ടേൺ കിട്ടും, അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നാളെ കിട്ടുമോ, ആ ഒരു സിറ്റുവേഷനിൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ഈ പറഞ്ഞ സാധനം. ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ആവാത്താണ് ഇറ്റ്സ് എ പ്രോബ്ലം. ഇപ്പോൾ ചിലർ പറഞ്ഞു എനിക്ക് നമ്മൾ പറഞ്ഞത് ഇത്ര രൂപയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, ഇത്ര ടൈമായി, ഇത്രയായി ഉള്ളൂ, അപ്പോൾ ഇനി എന്ത് ചെയ്യും, അപ്പോൾ യു ഡോണ്ട് നോ എത്രയാണ് നാളെ റിട്ടേൺ വരാമെന്നുള്ളത്. അപ്പോൾ ആ പേഷ്യൻസ് ഇല്ലാത്ത ആ സിനാരിയോസ് മനസ്സിലാക്കാൻ പറ്റാത്തവർ ഇറ്റ്സ് മോർ ദാൻ കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു മാനേജ് ദെയർ മണി. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്കെപ്പോഴും നമുക്ക് ആകെ വിശ്വാസമുള്ള നമ്മുടെ പ്രോസസ്സിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ പറയണത് എനിക്ക് നാളെ 5 കിലോ കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ആക്ച്വലി സ്പീക്കിംഗ് അതിൻ്റെ പ്രോസസ്സ് എന്താ? നാളെ 5 കിലോ കുറയാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നാനല്ല പറ്റുന്നുള്ളത്. പിന്നെ നമ്മൾ പറയുകയാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു 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 10 കൊല്ലം അല്ലെങ്കിൽ സോറി ഒരു മാസമുണ്ട്. അങ്ങനെയാണ് തന്നെ 2 things we can do. ഫുഡ് കഴിക്കണത് കൺട്രോൾ ചെയ്യുക, അതേമാതിരി എക്സസൈസിൽ ഇത് ചെയ്യുക. ഇത് ചെയ്താൽ എങ്ങനെ ദാറ്റ് ഈസ് എ പ്രോസസ് റൈറ്റ്. ഈ പറഞ്ഞ ഇതിനുള്ളിൽ വരും. പക്ഷേ ഇൻവെസ്റ്റിങ്ങിലത്തെ ഒരു കുഴപ്പം പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാലും ശരി ഈ പറഞ്ഞ ടൈമിൽ ആവണമെന്നില്ല, ഈ പറഞ്ഞ ടൈമിൽ. അപ്പോൾ ആ ഒരു ലോങ്ങർ ടൈമിൽ ഡെഫിനറ്റ്ലി ഒരു നമ്മളെപ്പോഴും നോക്കണമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാവുന്ന റിട്ടേൺ FD ആണ് ബെറ്റർ. ഇനി നമ്മൾ പറയുന്നത് ഒരു 7 വർഷം 10 വർഷമൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യത്ത് എങ്ങനെ പോയെങ്കിലും ഒരു പണപ്പെരുപ്പം നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ കമ്പനികളിൽ എപ്പോഴും അതിനൊരു പ്രോഫിറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് തരാൻ കപ്പാസിറ്റിയുള്ള കമ്പനികളും ആ ഇൻഫ്ലേഷനും വെച്ചിട്ടൊരു ഗ്രോത്ത് ഉണ്ട് എല്ലാ കമ്പനികൾക്കും. ആ ഗ്രോത്ത് ഡെഫിനറ്റ്ലി കിട്ടും. അപ്പോൾ ഇന്ത്യയിലൊരു ഉദാഹരണം ഒരു 7% വെച്ച് പണപ്പെരുപ്പം വരണമെന്നായിരിക്കും. ഈ പണപ്പെരുപ്പം വരുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ? കാരണം പണപ്പെരുപ്പം വരുമ്പോൾ നാളെ പണപ്പെരുപ്പം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നാളെ ഇപ്പോൾ ഈ വാച്ചിന് വില കൂടും. അപ്പോൾ ഈ വാച്ച് ഉണ്ടാക്കുന്ന വാച്ച് കമ്പനികളുണ്ട്, ആ കമ്പനിയുടെ പ്രോഫിറ്റാണ് കൂടുന്നത്. അതേമാതിരി ഈ കമ്പനിക്ക് അതിൻ്റേതനുസരിച്ചുള്ള കോസ്റ്റ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഇതെല്ലാം. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം അവർക്ക് പ്രൈസിങ് പവർ കൂടുകയാണ് ഈ സാധനത്തിന്. അതേമാതിരത്തെ പോലെ തന്നെ ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയും കൂടുകയാണ്. ഇത് ഡെഫിനറ്റ്ലി മാർക്കറ്റ് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെയാണ് അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഒരു കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫണ്ട് മാനേജറുടെ കഴിവെന്ന് വെച്ചാൽ ഈ ടൈമിനുള്ളിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ഡിമാൻഡാണ് കൂടുന്നത്, ആ പ്രൊഡക്റ്റിന് കമ്പനികൾ ഏതാണ് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നത്, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വി വിൽ മേക്ക് മണി. അതിന് ഇറ്റ് വോണ്ട് ഹാപ്പൻ ഇൻ എ മന്ത് ടൈം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോങ്ങർ പീരീഡ്, അതിനാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ലോങ്ങർ പീരീഡിലാവണമെന്ന് പറഞ്ഞു. കാരണം ഇതെല്ലാം നമ്മൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് ആ ടൈമിലാണ് വന്നിട്ട് വാറ് വരുന്നത്. ആ ടൈമിലാണ് വന്നിട്ട് ഇപ്പോൾ ഇനി താരിഫിൻ്റെ വിഷയം പറഞ്ഞത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൈസ തന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്കൊരിക്കലും ഒരു 7 വർഷത്തെ പീരീഡിനുള്ളിൽ ഈ സൈക്കിൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വി വിൽ മേക്ക് മണി ഈ പറഞ്ഞിട്ട് തരും. പക്ഷേ അത് പറഞ്ഞിട്ട് എനിക്ക് അടുത്ത വർഷം തന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള ആ സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം നമുക്കൊരു ഷുവറിറ്റി ഉള്ള FD പോലത്തെ സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യണതും ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ചെയ്യണത്. ശരിക്കും ഒരുപാട് കടം കയറിയിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യലി റിസർവിൻ്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ്, ആൾക്ക് ഒരുപാട് കടമുണ്ട് എന്നാണെങ്കിൽ ആൾക്ക് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും? ബി ഓണസ്റ്റ് യുവർ സെൽഫ്.
ഫസ്റ്റ് തന്നെ. കാരണം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കടം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എനിക്ക് എൻ്റെ ബോഡി വെയിറ്റ് കുറയണം. അപ്പോൾ ഫസ്റ്റ് അറിയേണ്ടായിരുന്നു ഇതിപ്പോൾ ഇപ്പോഴത്തെ ബോഡി വെയിറ്റ് എത്രയെന്ന് അറിയണ്ടേ. ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഈ ബോഡി വെയിറ്റിൽ ഞാൻ ഹാപ്പിയാണോ അതോ ഇത് കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എൻ്റെ വെയിറ്റ് കാണാനായിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് പിന്നെ നമുക്ക് വല്ല ക്ലാരിറ്റി ഉണ്ടോ. അപ്പോൾ അതിന് പകരം എൻ്റെ അടുത്ത് കടമുണ്ട്. അപ്പോൾ ആ കടം എത്രയെന്നുള്ളത് എനിക്ക് മെഷർ ചെയ്യണം എന്താണെന്നുള്ളത്. ആ കടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് മെഷർ ചെയ്യണം. ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്, എന്താണ് കൊടുക്കാനുള്ളത്, എത്ര രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതിന് മാസം EMI കൊടുക്കുന്നുണ്ടോ, അത് ഞാൻ അടയ്ക്കുന്നുണ്ടോ, ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കറിഞ്ഞിരിക്കണം. അതേമാതിരി മിനിമം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അറിഞ്ഞിരിക്കണം. ഇതാണ് ഫസ്റ്റത്തെ കാര്യം. ഡിസ്ക്ലോസിങ് ടു ദ ഫാമിലി മെമ്പേഴ്സ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അത് ചിലപ്പോൾ ആ ഫാമിലി മെമ്പേഴ്സിനെ അറിയിച്ച് കഴിഞ്ഞാൽ അവർ പറയും ഇത് പറഞ്ഞതെങ്കിൽ ഞാൻ ചില ഉറക്കിലായിരുന്നു. ആൻഡ് അത് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ചില അസറ്റ് നമുക്ക് വിൽക്കാൻ പറ്റും, ചിലപ്പോൾ ഗോൾഡ് വിൽക്കാൻ പറ്റും, കാരണം നമുക്ക് കുറയ്ക്കാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 സാധനമാണ്. ഒന്ന് കടത്തെ അറിയുക, 2 ഡിസ്ക്ലോസ് ടു ദ ഫാമിലി മെമ്പേഴ്സ്. ഇനി കടം കൊടുക്കാനുള്ള ആൾക്കാർക്ക് അവരുടെ അടുത്തും ഷെയിംലെസ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. അഭിമാനം നമ്മളെ പറയരുത്. ഈ പറയുന്ന സാധനം ഇനി ബാങ്കിൽ പോയിട്ടാണെങ്കിൽ അവർ ഡിസ്കസ് ചെയ്യുക, ക്യാൻ യു റെഡ്യൂസ് അറ്റ്ലീസ്റ്റ് 0.5%. ഇനി ഇതിൽ ചിലപ്പോൾ ഇതിൽ വളരെ ഒരു ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ക്രെഡിറ്റ് കാർഡിലൊക്കെ ലോൺ എടുത്തിട്ടാവും. അപ്പോൾ അതിന് പെർ മന്താണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിലൊക്കെ ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടേക്കാണ്. ചിലവർക്കുള്ളൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ബാലൻസ് അടച്ചു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡിന് മിനിമം ബാലൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ബിഗ്ഗസ്റ്റ് ബ്ലണ്ടറാണ്. അപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ ബില്ല് വന്നിട്ടുണ്ട്, 5000 രൂപ മിനിമം ബാലൻസ് ഉള്ളൂ. 5000 രൂപ അടച്ചു കഴിഞ്ഞാൽ 95,000 രൂപയ്ക്ക് നമ്മൾ പെർ മന്ത് ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഇപ്പോൾ 4% ആണെങ്കിൽ അതിനടുത്ത് 4 × 12 48% യു ഹാവ് ടു പേ ഇൻട്രസ്റ്റ്. അപ്പോൾ അതിനടുത്ത് 4,800 രൂപയ്ക്ക് അടുത്ത്, അല്ലെ 4,800 അല്ല, അതിനേക്കാളും 6,000 രൂപയ്ക്ക് അടുത്ത് ഇൻട്രസ്റ്റ് തന്നെ വരും. 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം നമ്മൾ അടയ്ക്കേണ്ട അതിനേക്കാളും കൂടുതലാണ്. ഇൻട്രസ്റ്റ് പോലും അടച്ചിട്ടില്ല മിനിമം ബാലൻസിൽ. ഇങ്ങനെ വരുമ്പോൾ ഭയങ്കരമായിട്ട് പോകും. ഇനി അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നാണ് ലോൺ തന്നെ ഇതിനേക്കാളും കൂടുതലാണ്. ഇപ്പോൾ 50,000 രൂപയ്ക്ക് ലോൺ തന്നെ ഞാൻ ചിലരുടെ ആൾക്കാരെ കാണാൻ 50,000 രൂപ ലോൺ എടുത്തിട്ടുള്ളൂ, പക്ഷേ എല്ലാ മാസം 5,000 രൂപ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പലിശ മാത്രം, മുതലേക്ക് പോകണില്ല. അപ്പോൾ സോ നോ യുവർ ഡെറ്റ് വെരി ക്ലിയർലി. സാർ അതുപോലെ ഞാൻ പലരും കടം ചെയ്തിട്ടുണ്ട്. ചില ഇപ്പം കേരളത്തിലുള്ള മലയാളീസ് ട്രേഡിംഗ് ചെയ്ത് കുറച്ച് മുന്നേ നോക്കണം അത്ര എക്സ്പോർട്ട് ചെയ്യാം. ഇതിപ്പം ഗുജറാത്തീസാണ് അവരെ ചിലപ്പം വലിയ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ മലയാളീസിന് അതിൻ്റെ പുറകോട്ടാണ്. ഇങ്ങനെ ഒരു പ്രത്യേകം ഭയങ്കര ഇന്ത്യയിലും വർക്ക് ചെയ്യുക എന്തൊരു മലയാളീസിനായിട്ട് ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് എന്ന ഒരു ഇതായിട്ട് കാണുന്നുണ്ട്. ഒരു ഡിഫറെൻ്റ് അല്ല, ഇതിൽ തന്നെ ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ് ചെയ്യാൻ കാരണം. കാരണം ഗുജറാത്തികളൊന്നും ശരിക്കും പറഞ്ഞാൽ അവർ ട്രേഡിങ്ങിനേക്കാളും കൂടെ അവർ ഇൻവെസ്റ്റേഴ്സാണ് കൂടുതലും. ഈ പറഞ്ഞൊരു സിറ്റുവേഷൻ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് വാങ്ങിയിട്ടാണ് ചെയ്യണത്, അല്ലാതെ അവർ ഗാമ്പിൾ ചെയ്യാൻ അതും കിട്ടാ. ഞാൻ അവർക്കില്ലാന്ന് ഞാൻ പറയണില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പൈസ മാറ്റി വയ്ക്കാനും അത് മാറ്റി വയ്ക്കാനും ശരിക്കും മലയാളികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളും ഇൻവെസ്റ്റേഴ്സാണ്. നമ്മൾ ഗോൾഡിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് തുടങ്ങി. ഗോൾഡില്ലാത്ത ഏത് വീടാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ ശരിക്കും. പക്ഷേ നമ്മൾ ശരിയാണ് ഷെയർ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ ഇപ്പോൾ പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു നോളജ് നമുക്ക് അധികം എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ടാപ്പ് ചെയ്യാത്ത മാർക്കറ്റ് ഇഷ്ടമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലത്തെ ഒരു സിസ്റ്റം പറയണമെന്നുണ്ടെങ്കിൽ നമുക്കും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലെ പെനിട്രേഷൻ പറയണമെന്നുണ്ടെങ്കിൽ 1,00,000 കോടി ആണ് നമ്മുടെ മൊത്തത്തിൽ മലയാളികൾ വാങ്ങിയേക്കണം മ്യൂച്വൽ ഫണ്ടിൻ്റെ മൊത്തത്തിലുള്ള ക്ലോസ് ടു. KSFEക്ക് മാത്രം കേരള സ്റ്റേറ്റ് ചിട്ടി കമ്പനിക്ക് മാത്രം 1,00,000 കോടിയുടെ AUM ഉണ്ട്. എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിന് ഈക്വലൻ്റായിട്ട്. അപ്പോൾ കേരളത്തിൽ കുറിക്കമ്പനികളെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറിക്കമ്പനികൾ അവിടെ എനിക്കൊരു സിമിലർ എമൗണ്ടിനേക്കാൾ കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കുറി ഇൻഡസ്ട്രി ആയിട്ട് കേരളത്തിൽ പിടിക്കാൻ പറ്റിയിട്ടില്ല. FD ആയിട്ട് കമ്പയർ ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ, ഗോൾഡായിട്ട് കമ്പയർ ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം. ഇതേപോലെ തന്നെ ഇപ്പോൾ മലയാളീസ് എല്ലാത്തിനും പോയി പെടും തട്ടിപ്പിൽ
ഇൻവെസ്റ്റ്മെന്റിലൊക്കെ പോയി പ്രൊഡക്റ്റുകളും ഗവൺമെന്റ് ലീഗലൈസ് ചെയ്ത് അത് KSFE പോലെയുള്ള കുറി മാത്രമേ അറിയുള്ളൂ. അതുപോലെ ശരിക്കും ഗവൺമെന്റ് മാത്രവും ആണ്, ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ ഉള്ളതാണ്. അങ്ങനൊന്നുമില്ല. ഒരു ലിസ്റ്റ് ഓഫ് ഒരു സജസ്റ്റഡ് കുറി അല്ലെങ്കിൽ സേഫായിട്ട് അല്ല, സേഫായിട്ട് ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് സ്കീമുകളില്ലേ, ഗവൺമെൻറ് സേവിങ് സ്കീമുകളുണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീമുകളുണ്ട്, RDs ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഒത്തിരി പോളിസി സ്കീമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചെന്ന് കൈവയ്ക്കാണ്ടിരിക്കുക. നമ്മൾ അത് എപ്പോഴും ബി മൈൻഡ്ഫുൾ, ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ്. അപ്പോൾ അത് ഒത്തിരി വിജിലൻ്റായിട്ട് ഇരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ റെഗുലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പോയി ചോദിക്കാൻ പറ്റണം. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും പറയും, ഇവരുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് അവർ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വെച്ചാൽ ഒരർത്ഥമില്ല. കാരണം ഞാനിപ്പോൾ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തന്നേക്കാണ് 10 കോടി രൂപ ഞാൻ ഗ്യാരണ്ടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പാപ്പരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ പൈസ? ഞാൻ ഗവൺമെൻറ് ഒന്നുമല്ലല്ലോ തരാനായിട്ട്. ഞാൻ റെഗുലേറ്റഡ് ഒരു ബോഡി ഒന്നുമല്ലല്ലോ തരാനായിട്ട്. ഇപ്പം നമ്മളിപ്പോൾ ആരാണ് ഇപ്പോൾ നമുക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് സെബി, വി ഹാവ് AMCs. സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എക്സ്ചേഞ്ചസ്, വി ഹാവ് സെബി. അപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരടുത്ത് പോയിട്ട് കോൺടാക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു റെഗുലേഷനുള്ളടത്ത് മാത്രം ചെന്ന്, ഇപ്പോൾ ട്രേഡിങ്ങിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറക്സ്, ക്രിപ്റ്റോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആരോട് പോയി ചോദിക്കും. അപ്പോൾ ദീസ് ആർ നോട്ട് റെഗുലേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ അത് നോക്കിയിട്ട് റിസ്ക് എടുക്കുക. നമുക്ക് ഈ ഇത്തരം പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പൈസ പോയാലും നമ്മുടെ ഫിനാൻഷ്യൽസിനൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനത്തെ മാത്രം ചെയ്യുക. നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനർ മണി മാനേജ്മെന്റ് ചെയ്യുന്നത് ആവശ്യമുള്ളത്. ഒരുപാട് പൈസയുള്ള ആൾക്കാർക്കാണ് റോഷനുണ്ട്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ എത്ര ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ആർക്കാണ് ശരിക്കും പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ആവശ്യമുള്ളത്? ആർക്കെങ്കിലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആഗ്രഹമുണ്ടോ അവർക്ക് വേണം. എത്ര കയ്യിലുണ്ടെന്നുള്ളതല്ല വിഷയം. പൈസ ഇപ്പം നമുക്കൊരു തോന്നൽ, എനിക്ക് ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് വേണം. ഇപ്പോൾ നമ്മൾ പറയില്ല ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ആൾക്കാർ, അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രൊഫഷണൽ പ്ലെയേഴ്സിനും കോച്ചുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ദേ വിൽ സ്ട്രാറ്റജൈസ് ഫോർ യു. ഇതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. എനിക്ക് തോന്നുന്നു വാരൻ ബഫറ്റിൻ്റെ ഒരു കോട്ടുണ്ട്. ആൾ പറഞ്ഞ വാൾ സ്ട്രീറ്റിലാണ് അത്ര ഇവർ ഈ ലിമോസിനിൽ ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ട്യൂബിൽ ട്രെയിനിൽ വരുന്ന ആൾക്കാരാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ ട്രെയിനിൽ വരുന്ന ആൾക്കാർ ഫിനാൻഷ്യൽ പ്ലാനേഴ്സാണ്, ലിമോസിനിൽ വരുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതും പല അർത്ഥത്തിൽ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിവിലേജ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം വെച്ചാൽ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനേഴ്സിനെ പറ്റത്തുള്ളൂ. ദേ മേ നോട്ട് ബി റിച്ച്, ദേ മേ നോട്ട് ഹാവ് എ സെയിം വെൽത്ത് ആസ് വാട്ട് യു ഹാവ്. ചിലപ്പോൾ ഒരു ചില ബിസിനസ്സുകാരെയൊക്കെ നമ്മൾ കാണുന്ന ടൈമിൽ അവർ ഇമ്മൻസ്ലി റിച്ച്. ഇപ്പോൾ ഇവൻ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ദേ ആർ ഇമ്മൻസ്ലി റിച്ച് ബിക്കോസ് ദേ നോ ഹൗ ടു മേക്ക് മണി. പക്ഷേ അവർക്ക് ആ ബിസിനസ്സേ അറിയത്തുള്ളൂ. പക്ഷേ അവരുടെ പൈസ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ദേ മേ നീഡ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. അതിനാണ് ഇതിൽ അർത്ഥം വരുന്നത്. ഇവൻ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഫിനാൻഷ്യൽ അവസ്ഥ വന്നാൽ ഒരാൾക്ക് നല്ലൊരു കടമുണ്ട്, ആ കടം മാറുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് നെഗറ്റീവിലായിരിക്കും. പക്ഷേ അയാൾക്കത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ സ്റ്റാർട്ട്. അപ്പോൾ ഇന്നൊരു ബെഞ്ച് മാർക്ക് ഇല്ല ഇത് ചെയ്യണത്. ഇവൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു 2500 രൂപ പോലും മാസം മാറ്റി വയ്ക്കാൻ കഴിവില്ലാത്ത ആളുകൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വന്നിട്ട് നൗ ദേ ആർ ലീഡിങ് എ ഹാപ്പി ലൈഫ് വിത്ത് മണി. ചെറുതായിട്ട് ഗോ ആപ്പിലൊക്കെ പലരും ഇൻവെസ്റ്റ്മെന്റ് തുറന്നു ചെയ്യുന്ന അതൊരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഡെഫിനറ്റ്ലി ഭയങ്കര സേഫാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആപ്പുകൾ എടുക്കുമ്പോൾ തന്നെ പെൻഡാട്ടിൻ്റെ ആപ്പൊക്കെ ഒന്ന് ഉപയോഗിക്കും. കാരണം ഞങ്ങളും അവരെല്ലാവരും സെയിം റെഗുലേറ്ററി ബോഡിയുടെ കീഴിൽ വരുന്ന ഇതാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ ആപ്പുകളും ഐ എം ടോക്കിംഗ് അബൌട്ട് സറോദ, ഗ്രോ, ഇപ്പോൾ പെൻഡാഡാണെങ്കിൽ പെൻഡാഡ്, ഞങ്ങളെല്ലാവരും വി ആർ റെഗുലേറ്റഡ് അണ്ടർ സെബി. അപ്പോൾ ഇവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് എന്താണെന്നും അതിലത്തെ എന്തെങ്കിലും നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ ഓൾവേസ് ഗോ ടു സെബി. ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ നമുക്ക് യാതൊരുവിധ പരിചയമില്ലാത്ത കുറേ യാതൊരുവിധ റെഗുലേറ്റഡ് അല്ലാത്ത ആപ്പിൽ പോയിട്ട് ചേരുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അത് ചെയ്യണത് എങ്ങനെയെന്ന് അറിയണം കേട്ടോ ഓരോരുത്തർ.
ഏതൊക്കെ നിലവിൽ ഇപ്പോൾ നമുക്ക് രണ്ട് ആപ്പ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ബോക്സ് ബൈ പെൻഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്, ഷെയറിനാണെന്നുണ്ടെങ്കിൽ പെൻ ബൈ പെൻഡാഡ് എന്ന് പറഞ്ഞ ആപ്പ്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ദെൻ ഐഡിയലി യു ക്യാൻ ഇൻവെസ്റ്റ് യുവർ സെൽഫ്, അല്ലെങ്കിൽ ഓൾവേസ് നമ്മുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് ചെയ്യാനാണ് ഒന്നുകൂടി നിങ്ങൾക്ക് നല്ലത്. സോ ഇഫ് ദർ ഇസ് വൺ ഫിനാൻഷ്യൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഗോൾഡൻ അഡ്വൈസ് അയ്യോ, എനിക്ക് അത്രയും ഗോൾഡൻ അഡ്വൈസ് എനിക്കൊരു അഡ്വൈസില്ല. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവണം. എനിക്ക് ഇന്നത്തേക്കാളും നല്ല രീതിയിൽ നാളെ ഉണ്ടാവണം എന്നുള്ളത്. ആ ആഗ്രഹം ഉണ്ടായിട്ട് അത് ആക്ട് ചെയ്യണമെങ്കിൽ തന്നെ ദാറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ്. അപ്പോൾ ആ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എയ്തർ യു വിൽ ലേൺ യുവർ സെൽഫ് ആൻഡ് ഡു ഇറ്റ്, അല്ലെങ്കിൽ യു വിൽ ഫൈൻഡ് ആൻ എക്സ്പേർട്ട് ടു ഹെൽപ്പ് യു ഡു ദാറ്റ്. താങ്ക് യു സോ മച്ച്. സന്തോഷം യു ഹാവ് വെരി ഗ്രേറ്റ് സന്തോഷം താങ്ക് യു.